പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം അനുഗ്രഹീതമാകുന്ന ഈ ദിവസത്തിൻ്റെ സന്ധ്യയിലും വാഴ്ത്തപ്പെടട്ടെ. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സംഗമങ്ങളിലൊന്നായ കരിസ്മ ക്രൂസൈഡിൻ്റെ ഈ വർഷത്തിൽ നിങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വക്താവായി നിന്നുകൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദൈവം അനുവദിച്ച വിലപ്പെട്ട അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി യോഗത്തിന് അധ്യക്ഷത വഹിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ എൻ്റെ ദീർഘകാല സ്നേഹിതനായിരിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസൻ പാസ്റ്റർ അലക്സാണ്ടർ തോമസ്, അപ്പോൾ തന്നെ IPC പ്രയർ സെൻ്റർ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആത്മീക നേതൃത്വം നൽകുന്ന ക്രിസ്തുവിൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും ജ്യേഷ്ഠ സഹോദരനെ പോലെ പ്രതിതുല്യനായി ബഹുമാന്യനായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ രാജു പൂവക്കാല അവർകൾ, അപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഹൃദയെടുപ്പമുള്ള അനുഗ്രഹീതരായ കർത്തൃദാസന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ കാണുന്നു. പ്രത്യേകിച്ചും പാസ്റ്റർ ബോസം കുരുള, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഞാനാക്കുന്നതിൽ ദൈവം നിർണായകമായി ഉപയോഗിച്ച അനുഗ്രഹീതരായ കർത്തൃദാസന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് പാസ്റ്റർ ബോസം കുരുള. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം എന്നെ കാണുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്, പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. അത് എനിക്ക് ദൈവം ഒരു കൃപ തന്നു. എൻ്റെ ഒരു 5, 6, 7 ആഴ്ചകൾക്കകത്ത് നീരാട്ടുകാവിൽ നടന്ന ഒരു വലിയ കൺവെൻഷനിൽ അദ്ദേഹം എന്നെക്കൊണ്ട് പ്രസംഗിപ്പിച്ചത് ഇന്നെന്ന പോലെ ഓർക്കുന്നു. കാലങ്ങൾ കുറേ പിന്നിട്ടു. 10-32 വർഷത്തിന് ശേഷം ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ കർത്തൃദാസനെ പോലെ താങ്ങും തണലുമായി നിന്ന നിരവധി ദൈവദാസന്മാരെ ഓർക്കുന്നു. മറ്റ് അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ പാടുന്ന പ്രിയ യേശുദാസ് ബ്രദറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം, ഇവരെ കാണുമ്പോൾ എനിക്കൊരു ഞെട്ടലാണ്. കാരണം ഈ ദിവസങ്ങളിൽ ഞാൻ എവിടെല്ലാം പ്രസംഗിക്കാൻ ചെന്നിട്ടുണ്ടോ അവിടെല്ലാം ഇവരുണ്ട്. അന്നേരം ഇവർ കേൾക്കാത്തത് വേണമല്ലോ പ്രസംഗിക്കാൻ. അതുകൊണ്ട് ഇവരുടെ തലവട്ടം കാണുമ്പോഴത്തേന് ഈ അകത്തുനിന്നൊരു തീ ഇങ്ങനെ കയറി വരാറുണ്ട്. എന്നാലും ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുവാൻ കൊതിയോടുകൂടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ഈ ഓൺലൈൻ സംവിധാനങ്ങളുടെ സഹായത്തോടെ വിദൂരങ്ങളിൽ വിദേശങ്ങളിലിരുന്ന് ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാവരെയും എത്രയും വേഗം ആകാശ മേഘങ്ങളെ കീറിക്കൊണ്ട് മധ്യാകാശത്തിൽ നമ്മെ ചേർക്കാൻ വരാമെന്ന് നമുക്ക് വാക്ക് നൽകിയ നമ്മുടെ കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിൽ ഹൃദ്യമായ ഊഷ്മളമായ ക്രിസ്തീയ വന്ദനങ്ങൾ ഓർപ്പിക്കട്ടെ. അനുഗ്രഹീതരായ കർത്തൃദാസന്മാരുടെ ഒരു നീണ്ട നിര, എനിക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള പലരുടെയും മുഖം സദസ്സിലും കാണുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പ്രിയപ്പെട്ട രാജുഭവകാല പാസ്റ്ററുമായിട്ടുള്ള ബന്ധം ഞാൻ ഇനിയും പറഞ്ഞാൽ അത് അധികം പറ്റാകുമെന്ന് എനിക്കറിയാം. ഈ ഒരു 4-5 വർഷം കൊണ്ട് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം ഒരമ്മ പ്രസവിച്ച മക്കളെക്കാളുള്ള ബന്ധമാണ്. കുടുംബ ബന്ധത്തിനൊക്കെ അപ്പുറത്ത് എത്രയോ വലുതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ കർത്തദാസന്മാർ തമ്മിലുള്ള ബന്ധം, അങ്ങനെ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ബന്ധം. പ്രിയ ബീന ആൻറ്റി, ജിബിന്, സ്നേഹമോള്, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളം സഹായിക്കട്ടെ. മുഖവരകൾ ഒത്തിരി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ ഈ രാത്രിയുടെ വേദവിചിന്തനത്തിന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനമാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. എന്നാറേ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറ്റിന് ബേർലഹരിരോയി എന്ന് പേരായി. അത് കാദേശിനും ബേരദിനും മധ്യേ ഇരിക്കുന്നു. മതി. എന്നാറേ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോയെന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, അങ്ങനെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറിന് ബേർലഹരിരോയി എന്ന് പേരായി. അത് കാദേശിനും ബേരിനും മധ്യേ ഇരിക്കുന്നു. അവൾ പേർ വിളിച്ചു, അത് പേരായി. അത് കാദേശിനും ബേരിനും മധ്യേ ഇന്നും ഇരിക്കുന്നു. പേരിടുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. ആണോ? അല്ല. എല്ലാവർക്കും പേരിടാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കടപ്പാടുകൾ, ഉത്തരവാദിത്വങ്ങൾ,
കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളവർക്ക് മാത്രമേ പേരിടാൻ പറ്റൂ. എൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാലം വരെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പേരായിരുന്നു എൻ്റെ പേര് അനീഷ. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ പേരിട്ടത്. അപ്പം അവരെന്നോട് പറഞ്ഞത് വളരെ രസകരമായൊരു സംഭവമാണ്. ഞങ്ങൾ ജന്മം കൊണ്ട് റാന്നിയിൽ നിന്ന് പിന്നെ ഒരു 16 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ ജനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു കടയുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റൊന്നുമല്ല, ഒരു ചെറിയ പലചരക്ക് കട. അന്നത്തെ ഈ പലചരക്ക് കടയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഈ റാന്നിയുടെ കിഴക്കൻ മേഖല എന്നൊക്കെ പറയുമ്പോഴത്തേന് അവിടെ എല്ലാം കൂടുതലും കർഷകരും റബ്ബർ വെട്ടുകാരും തോട്ടം തൊഴിലാളികളും ഒക്കെ ആയതുകൊണ്ട് അവിടുത്തെ ഈ കടയിൽ ഒരു മാസത്തിൽ ഒരിക്കൽ ഈ ശമ്പളമൊക്കെ കിട്ടുമ്പോഴാണ് ഇവർ പൈസ കൊണ്ടുത്തരുന്നത്. അതുവരെ ഒരു പറ്റ് ബുക്കുണ്ട്. ആ പറ്റ് ബുക്കിൽ എഴുതി വെക്കും, കൃത്യമായിട്ട് പൈസ തരും. കേട്ടിട്ടില്ല പറ്റീരല്ല പറ്റ് ബുക്ക്. അങ്ങനെ ഞങ്ങളുടെ കടയിൽ സ്ഥിരമായിട്ട് പറ്റുകയും കൃത്യമായിട്ട് പണം തരികയും ചെയ്യുന്ന ഒരു സുമതീച്ചയുണ്ടായിരുന്നു. സുമതീച്ച അറിഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് വിശേഷമുണ്ടെന്ന്. അപ്പം സുമതീച്ച ഒരു പ്രവാചകയെപ്പോലെ വന്നേച്ച് പറഞ്ഞു, ഇത് ആൺകുഞ്ഞായിരിക്കും, വെളുത്തതായിരിക്കും, ഞാൻ പറയുന്ന പേരെ ഇടാൻ പറ്റത്തുള്ളൂ. അന്നേരം അമ്മ പറഞ്ഞു അതെങ്ങനെയാണ് പറ്റുന്നത്? അന്നേരം പറഞ്ഞു ഞാൻ പറയും പേര്, ആ പേരിട്ടില്ലെങ്കിൽ പിന്നെ ഇനിയും നിങ്ങളുടെ കടയിൽ നിന്ന് ഞാൻ സാധനം മേടിക്കത്തില്ല. അന്നേരം പറ്റു പോകാതിരിക്കാനായിട്ട് എനിക്കിട്ട പേരാണെന്ത്? അനീഷ്. അപ്പോൾ ഇങ്ങനെയും ഒരു ബന്ധമില്ലാതെ പേരിടാൻ പറ്റത്തില്ല അല്ലേ? പലചരക്കടയിലെ പറ്റുബുക്കിൻ്റെ ബന്ധമില്ലാത്ത ഒരാൾക്ക് പേരിടാൻ പറ്റത്തില്ല. ഇവള് പേരിട്ടെന്ന്, അത് പേരായെന്ന്. ഇവളാരാ ഇവള്? ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ചപ്പോൾ ഈ സ്ത്രീയുടെ 2-3 പ്രത്യേകത എനിക്ക് മനസ്സിലായി. ഒന്ന്, ഷീ വാസ് എ ഫീമെയിൽ സ്ലേവ് ഫ്രം ഈജിപ്റ്റ്. അവൾ മിസ്രൈമിൽ നിന്നുള്ള ഒരു പെണ്ണടിമയാണ്. 2, ഇവളുടെ പ്രത്യേകത ഷീ വാസ് സെക്ഷുവലി അബ്യൂസ്ഡ് മേ ബി വിത്തൗട്ട് ഹെർ പെർമിഷൻ. അവളുടെ അനുവാദമില്ലാതെ അവൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടവളാണ്. ഇനി 3-ാമത്തെ അവളുടെ പ്രത്യേകത, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് നമ്മൾ പറയുന്ന ഒരു കുടുംബത്തിനകത്ത് നിന്ന് ധാരാളം മുറിവുകളേറ്റവളാണ് അവൾ അല്ലേ? നമുക്കല്ലേ അച്ഛാ ഈ അബ്രഹാമും സാറയൊക്കെ ഭക്തരായിരിക്കുന്നത്. അവളോട് നിങ്ങൾ ചോദിച്ചു, അറുത്തകൈക്ക് ഉപ്പ് തേക്കാത്ത, 1 പറഞ്ഞ 9 പറയുന്ന, നെല്ലിക്കാച്ചാക്കിൻ്റെ കുത്തഴിച്ചു വിടുന്ന പോലെ കുത്തുവാക്ക് പറയുന്ന ഒരു കൊച്ചമ്മ ആ വീട്ടിൽ നിന്ന് ഇതുപോലെ മുറിവുകൾ സഹിക്കാൻ പറ്റാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു സ്ത്രീ. പക്ഷേ അവളിന്ന് പേരിടുക, അത് പേരാകുക. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരാണെന്നുള്ളതോ നിങ്ങൾ എന്താണെന്നുള്ളതോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. നിങ്ങളെ ഇന്ന് ദൈവം നിയോഗിക്കാൻ ആഗ്രഹിക്കുക. ദൈവരാജ്യത്തിന് കനത്ത സംഭാവനകൾ നൽകാൻ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എത്ര പ്രിയപ്പെട്ടവർ. ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ്സിൽ തകർന്നവരായിരിക്കാം, നിങ്ങളുടെ കുടുംബം മുറിവേറ്റതായിരിക്കാം, അല്ലാത്ത രോഗങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടുന്നവരായിരിക്കാം, ഒത്തിരി കടഭാരങ്ങൾക്ക് നിങ്ങൾ അടിമകളായിരിക്കാം. ഇന്ന് രാത്രി നിങ്ങൾ ഇന്നലകളിൽ എന്താണെന്നുള്ളത് നോക്കിയേച്ചല്ല ദൈവം നിങ്ങളെ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കേണ്ട, പുതിയതൊന്ന് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇതുവരെ സംഭവിക്കാത്ത ചില ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ഇന്നലകളുടെ യോഗ്യതകൾ ദൈവരാജ്യത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയാം ഞാനിവിടെ കാണത്തില്ലായിരുന്നു. കാരണം ഞാൻ ഈ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 2 ഭയങ്ങൾ. ഒന്ന്, ഈ മരണവീട് എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. 2ാമത്തെ ഭയമാണ് സ്റ്റേജ് ഫിയർ. നമ്മുടെ സഭകളിൽ ഞായറാഴ്ചത്തെ സാക്ഷ്യത്തിൻ്റെ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് വാക്യം പറയിപ്പിക്കുന്നത്. വാക്യം പറയുന്നത് ഒരിക്കലും നേരെ പാസ്റ്ററെ നോക്കി നിന്നല്ല, സ്റ്റേജിൻ്റെ അവിടെ വന്നു നിന്ന് വെച്ച് മുന്നോട്ട് ഓഡിയൻസിനെ നോക്കി നിന്നാണ് വാക്യം പറയുന്നത്. ഞാൻ കാണാതൊക്കെ പഠിക്കുമായിരുന്നു, എല്ലാ വാക്യങ്ങളും കാണാതെ പഠിക്കുമായിരുന്നു. കാണാതെ പഠിക്കാൻ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വാക്യം പറയാനായിട്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേന് അങ്ങ് അത് മറന്നുപോകും. ആളുകൾ അപമാനിച്ച് ചിരിക്കുന്ന ആ ചിരി കാണുമ്പം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുള്ളൊരു കാര്യമാണ്, കർത്താവേ മടന്നോണിൻ്റെ ഹോളിൻ്റെ ആ സ്റ്റേജിൻ്റെ അവിടെ ഒന്ന് താണുപോയിരുന്നെങ്കിൽ എന്ന കാര്യം. അതുപോലെ അപമാനിതനായിട്ട് തിരിച്ചിരിക്കുമ്പോൾ എന്നോട് എത്രയോ പ്രാവശ്യം എൻ്റെ ബുദ്ധി പറഞ്ഞു നിന്നെ ഈ പരിപാടിക്ക് കൊള്ളത്തില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു കാര്യം പറയാൻ പറ്റും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്ന ദൈവ
ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ നിൽക്കാൻ എന്നെ ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലകളുടെ ചരിത്രത്തിനപ്പുറത്ത് ഒരാളെ ഉപയോഗിക്കാൻ കരുത്തുള്ള ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. കടഭാരം ദൈവപ്രവർത്തിക്ക് ഒരു തടസ്സമാണെങ്കിൽ ഒരിക്കലും സാധ്യതയില്ലാത്തൊരു വീടായിരുന്നു എൻ്റെ വീട്. എനിക്കിപ്പോൾ 42 വയസ്സ് കഴിഞ്ഞു. 44 വർഷം മുമ്പ് എൻ്റെ അപ്പൻ 1.5 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് റെഡിക്കാശ് കൊടുത്തെടുത്ത ലോറി 4 മാസം ഉപയോഗിച്ചു വിൽക്കുമ്പം ഞങ്ങൾ 3 ലക്ഷം രൂപ കടക്കാരാ. 44 വർഷം മുമ്പ് അന്ന് ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം ഞങ്ങളെ അവഗണിച്ച ഒരു സമയമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ കർത്താവ് ഒരു കൃപ എൻ്റെ 11ാമത്തെ വയസ്സിൽ എന്നെ ഏൽപ്പിച്ചത്. അന്ന് എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി എത്രയോ പേര് പറഞ്ഞത് കൊച്ചനെയും കൊണ്ട് കാശുണ്ടാക്കാൻ നടക്കുക, ബിസിനസ് എല്ലാം തകർന്നു കഴിഞ്ഞപ്പോൾ കൊച്ചനെയും കൊണ്ട് കാശുണ്ടാക്കാൻ നടക്കുക, ഇത് എത്ര മാസം പോകുമെന്ന് നമുക്കറിയാം. ഒരു കാര്യം സത്യമായിട്ട് ഞാൻ പറയാം, എൻ്റെ കാലത്തിറങ്ങിയ പലരും ഇന്നവർ അഡ്രസ് പോലും ഇല്ലാതിരിക്കുമ്പോൾ ഇന്നും ഈ വചനവുമായി നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ ഉറക്കെ പറയും, ഇന്നലകളിൽ നിന്റെ അയോഗ്യതകൾ ദൈവരാജ്യത്തിന് നീ ഉപയോഗിക്കപ്പെടുന്നതിന് ഒരു തടസ്സമല്ല. ശാരീരിക ബലഹീനതകളോ മാനസിക പ്രതിസന്ധികളോ ആത്മീക പോരാട്ടങ്ങളോ ഭൗതിക പ്രയാസങ്ങളോ ഒന്നും ദൈവം ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സമല്ല. ഈ പ്രാവശ്യത്തെ കരിസ്മ ക്രൂസൈഡിനകത്ത് ദൈവം നിയോഗിക്കുന്ന ചില ചെറുപ്പക്കാരിപ്പുണ്ടെന്ന് ഞാൻ പറയുമ്പം ആത്മാവിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവൾ പേരിട്ടു, അത് പേരായി. ഈ സ്ത്രീ എവിടെ നിൽക്കുന്നത്? ഇവർക്ക് ഒരു പ്ലാറ്റ്ഫോം പോലും ഇല്ല. അവൾ നിൽക്കുന്നത് ഒരു മരുഭൂമിയില്ല. മരുഭൂമിയെ സൂചിപ്പിക്കുന്ന 300ഓളം പദങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മനുഷ്യവാസയോഗ്യമല്ലാത്ത ഭൂപ്രദേശമാണ് മരുഭൂമി എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. ഭൂമിയുടെ 20% മരുഭൂമിയാണ്. 10% താഴെ മഴ ലഭിക്കുന്ന ഭൂപ്രദേശങ്ങൾക്കാണ് സാധാരണ മരുഭൂമി എന്ന് പേര് പറയുന്നത്. അങ്ങനത്തെ 69 മരുഭൂമികൾ ഭൂമി മൊത്തമുണ്ട്. ഒരിക്കലും മഴ പെയ്യാത്ത സഹാറ മരുഭൂമിയൊക്കെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പത്രധാര വഴി നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. മരുഭൂമിയെ സൂചിപ്പിക്കുന്ന 4ഓളം പദങ്ങൾ നമുക്ക് തിരുവചനത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. അതിൽ ഒന്നാമത്തെ പദത്തിൻ്റെ പേര് മിഡ്ബാർ എന്നാണ്. മിഡ്ബാർ എന്ന് പറഞ്ഞാൽ വിജനമായ ഭൂപ്രദേശത്തിന് സാധാരണ പറയുന്ന ഒരു പദമാണ് മിഡ്ബാർ. യഹൂദന്മാർ വിജനമായി കിടക്കുന്ന, കാടൊക്കെ പിടിച്ചു കിടക്കുന്ന ഏത് ഭൂപ്രദേശത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്ന ഒരു പദമാണ് എന്ത്? മിഡ്ബാർ. ഇനി മരുഭൂമിയെ സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ പദമാണ് അരാബ. അരാബ എന്ന് പറയുന്നത് ചാവുകടലിന് തെക്കുള്ള ഉണങ്ങിയ സമതല പ്രദേശത്തെ അതിനെ വെളിപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് അരാബ. നമുക്കറിയാം, യോർദാനിലെ വെള്ളത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പം അത് അരാബ വഴിയൊക്കെ ഒഴുകിയെന്ന് പറയുമ്പം അത് ഒരിക്കലും ഫലകരമല്ലാത്ത വെള്ളത്തിൻ്റെ സ്പർശനമേക്കാത്ത അരാബ, ചാവുകടലിന് തെക്കുള്ള ആ വിജനമായ ഊഷരമായ ഭൂപ്രദേശം, ആ ഉണങ്ങിയ സമതല പ്രദേശം. ഇനിയും മരുഭൂമിയെ സൂചിപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു പദമുണ്ട്. അതിൻ്റെ പേരാണ് താബഹ്. താബഹ് എന്ന് പറയുന്നത് ഉണങ്ങിയ മലം പ്രദേശത്തിനാണ് അവർ താബഹ് എന്ന് പറയുന്നത്. ഇനി മരുഭൂമിയെ സൂചിപ്പിക്കുന്ന നാലാമത്തെ ഒരു പദമുണ്ട്. അതിൻ്റെ പേരാണ് യെഷിമോൻ. യെഷിമോൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഊഷരഭൂമി, ഒരു സാധ്യതയുമില്ലാത്ത ഊഷരഭൂമി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, സാധ്യതകളില്ലാത്ത ഇടങ്ങളാണ് ദൈവമെന്നും തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഈ യോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത, ഒരു സാധ്യതയും ഇല്ലാത്ത ചിലരെ നോക്കിക്കൊണ്ട് ആത്മാവി പറയാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. ഒരു സാധ്യതയില്ലാത്ത ചിലതിനെ ദൈവം തൻ്റെ കയ്യിലെടുക്കാൻ തീരുമാനിക്കുന്ന ദിവസമായത്. ഈ രാത്രി യോഗം തീരുന്നതിന് മുമ്പ്
അസാധാരണമായ ഒരു ആത്മപകർച്ച ഇവിടെ നടക്കുമെന്നും ചില പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവാത്മാവിൻ്റെ ശക്തമേറിയ ഒരു നിയോഗമുണ്ടാകുമെന്നും എനിക്ക് ഉറപ്പാ. നിങ്ങൾ കൈ അടിച്ചാലും കൊള്ളാം, നിങ്ങൾ കൈ അടിച്ചില്ലേലും കൊള്ളാം, നിങ്ങൾ കര ഉയർത്തിയാലും കൊള്ളാം, കര ഉയർത്തിയില്ലേലും കൊള്ളാം, സ്വോത്രം പറഞ്ഞാലും കൊള്ളാം, സ്വോത്രം പറഞ്ഞില്ലേലും കൊള്ളാം. എന്നെ ഏൽപ്പിച്ച ദൂതി രാത്രി ഞാൻ ഉറക്കെ പറയുകയാ, ഒരു സാധ്യതയുമില്ലാത്ത ചിലതിനെ ഇന്ന് രാത്രി ദൈവം കയ്യിലെടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ശബാരാധരാധരാധരക്ഷസി ഇസ്രയേൽ ഊഷര ഭൂമിയിലൂടെ പോയത് 40 വർഷമാ. 40 വർഷത്തെ യാത്രയ്ക്കപ്പുറത്ത് അവർക്ക് വേണ്ടി ഒരു കനാൻ ഒരുക്കപ്പെട്ടു. എൻ്റെ യേശു 40 ദിവസമാ ഊഷര ഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടൊപ്പം വസിച്ചത്. അതിനുശേഷമാണ് ശക്തമേറിയ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മശക്തിയാൽ അവിടെ നിന്ന് നിയോഗിക്കപ്പെട്ടത്. അപ്പൊ 40 വർഷമാകട്ടെ, 40 ദിവസമാകട്ടെ, 40 വർഷവും 40 ദിവസവും അത് ദൈവത്തിനൊരു വിഷയമല്ല. അതിനുശേഷം വരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൈവപ്രവൃത്തിയുടെ കാലം നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നെന്ന് ഞാൻ പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഈ രാവിലെ സമയത്ത് ഈ യോഗത്തിന് വേണ്ടി ഞാൻ ദൈവസനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശക്തമായി ദൈവാത്മാവ് ഇടപെട്ട ഒരു ചിന്തയായത് 40 വർഷത്തെ മരുഭൂമിയിലെ യാത്രയല്ല നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. അവിടെ തുറന്ന ചെങ്കടലല്ല നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. അവിടെ വെളിപ്പെട്ട മന്നയല്ല നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. അവിടെ വെളിപ്പെട്ട എല്ലാ നന്മകൾക്കപ്പുറത്ത് നിനക്കൊരു കനാൻ ഒരുക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, ഇതുവരെ സംഭവിക്കാത്ത ഒരു ദൈവപ്രവൃത്തി എന്റെ കുടുംബത്തിനകത്ത്, എന്റെ ജീവിതത്തിനകത്ത്, എന്റെ സഭയ്ക്കകത്ത് എന്റെ ദൈവം ചെയ്യാൻ പോകുകയാ. ദൂരകൽക്കടക വളരെ ശാന്തമായിട്ട് ഈ സന്ദേശം കൈമാറാനാ ഞാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ ഇന്ന് രാത്രി ശക്തമേറിയ ഒരു ദൈവ സാന്നിധ്യം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്കറിയാം ഇതൊരു പ്രവചന ദൂതായിട്ട് മാറും. മരുഭൂമിയുടെ അവസ്ഥയിലൂടെ പോകുന്ന ചിലരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടാൻ പോകുകയാ. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ചില കുടുംബങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി ദൈവം ചെയ്യാൻ പോകുകയാ. ജീസസ്. അടുത്ത ഒരു മണിക്കൂറിനകത്ത് മരുഭൂമിയുടെ 4 പ്രത്യേകതകളും അവിടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മഹത്വവുമാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. മരുഭൂമിയുടെ 1-ാമത്തെ പ്രത്യേകത യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവചനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യമാണ് മരുഭൂമിയുടെ 1-ാമത്തെ പ്രത്യേകത. ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവന്റെ ഉഗ്രകോപ ഹേതുവായി ഇടിഞ്ഞുപോയിരിക്കുന്നു. അതിലെ പട്ടണങ്ങളൊക്കെ യഹോവയാൽ അവന്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു. അപ്പം മരുഭൂമിയുടെ 1-ാമത്തെ പ്രത്യേകത അത് പട്ടണങ്ങൾ ഇടിഞ്ഞു പോകുന്ന സ്ഥലമാണ്. ഒന്നും പണിയപ്പെടുന്ന സ്ഥലമല്ല മരുഭൂമി, എല്ലാം ഇടിഞ്ഞു പോകുന്ന സ്ഥലമാണ് മരുഭൂമി. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഇടിഞ്ഞു പോകുന്ന സ്ഥലം. ഒന്നുറക്കെ പറഞ്ഞേ, ഇടിഞ്ഞു പോകുന്ന സ്ഥലം. നിങ്ങളൊക്കെ ധാരാളം വിദേശ യാത്രകൾ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. മിക്കവാറും ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഈ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ പ്ലെയിനിൽ ആ കടൽ കടന്നു കഴിയുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും അടയാളം വെക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ അങ്ങനെ ഒരു അടയാളം ഇന്ന് വരെയും വെക്കാൻ പറ്റിയിട്ടില്ല. ഒത്തിരി വലിയ മരുഭൂമി അല്ലേ, അവിടെ കാണുന്ന മലയ്ക്കൊക്കെ അടയാളം വെക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ യാത്രയെ കാണുന്ന മല അടുത്ത പ്രാവശ്യം അവിടെ ഇല്ല, മറ്റൊന്നായിട്ട് അത് മാറും. കാരണം എന്നാണെന്നറിയോ, ഒരു കാറ്റ് വരുമ്പോഴത്തേന് എല്ലാം ഇടിഞ്ഞു പോകുന്ന സ്ഥലമാണ് മരുഭൂമി. അപ്പം ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ തകരുന്ന ഒരു സ്ഥലം,
ജീവിതത്തിൽ ഒന്നും ഉണ്ടാകാതെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇടിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് മരുഭൂമി. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി വന്നു നിൽക്കുന്നത് എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കപ്പെട്ടിരിക്കുന്ന, ഏറ്റവും റിജക്റ്റഡ് ആയിരിക്കുന്ന, എല്ലാവരും അവഗണിക്കപ്പെട്ടിരിക്കുന്ന, എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുന്ന, കറിക്കകത്തെ കരിയാപ്പല പോലെ ഉപയോഗിച്ചതിന് ശേഷം എല്ലാവരും വലിച്ചെറിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പരിതസ്ഥിതിയില്ല. ഇന്ന് രാത്രികാലം ആരെല്ലാം നിന്നെ വലിച്ചെറിഞ്ഞാലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ പറയും. ദൈവത്തിന് സംസാരിക്കാനുണ്ട്, ദൈവത്തിന് ഇടപെടാനുണ്ട്. ആരോടാ ദൈവത്തിന് ഇടപെടാനുള്ളത്? എല്ലാ കാലത്തും ദൈവത്തിന് ഇടപെടാനുള്ളത് സ്വപ്നങ്ങൾ തകർന്ന മനുഷ്യനോടാ. ഏത് കാലത്തും ദൈവം സംസാരിച്ചിട്ടുള്ളത് ആരോടാ? ഉറക്കെ പറ, സ്വപ്നങ്ങൾ തകർന്ന മനുഷ്യനോടാ. ഇന്ന് രാത്രി നിന്റെ പ്രതീക്ഷ തകർത്തിരിക്കുന്നത് ഒരു രോഗമാണോ? നിന്റെ പ്രതീക്ഷ തകർത്തിരിക്കുന്നത് ഒരു കടഭാരമാണോ? നിന്റെ പ്രതീക്ഷ തകർത്തിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പ്രതിസന്ധിയാണോ? ഞാൻ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് ഏത് കാലത്തും ദൈവം സംസാരിച്ചിട്ടുള്ളത് സ്വപ്നങ്ങൾ തകർന്ന മനുഷ്യനോടാ. ഇന്ന് രാത്രി സ്വപ്നം തകർന്നിരിക്കുന്ന ചില മനുഷ്യർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളെ ഈ രാത്രി പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യാൻ പോകുകയാ. ഒന്നല്ല 1000 തെളിവുകൾ അല്ലേ? പിറവിയിലെ കുരുടനാകട്ടെ, 38 വർഷമായിട്ട് കൊളക്കര കിടക്കുന്നവനാകട്ടെ, കാനാവിലെ കല്യാണ വീടാകട്ടെ, 4 ആള് ചുമന്നുകൊണ്ട് വന്ന പക്ഷപാതക്കാരനാകട്ടെ, ഏത് മനുഷ്യനോട് ദൈവം ഇടപെട്ടിട്ടുള്ളത്, ഏത് ലൈഫിൽ അത്ഭുതം നടന്നിട്ടുള്ളത്, ധൈര്യമായിട്ട് പറ. ഏറ്റവും രൂക്ഷമായി സ്വപ്നം തകർന്നിരിക്കുന്ന ഒരു സ്ഥലം, അതാണ് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ സ്വപ്നം തകർന്നിരിക്കുന്ന ചില മേഖലകളിലേക്ക് ദുരാരകൾ കടകക്ഷനാദരാദര ഒരു എൻകൗണ്ടർ ആ സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിക്കും. അവൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പം അമ്മമ്മയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. എന്തെല്ലാം പറഞ്ഞു. ഈ ചിലർക്ക് ഈ കുത്തുവാക്ക് പറയാൻ ഒരു പ്രത്യേക കൃപയാണ്. നിങ്ങൾക്കാർക്കും അതില്ലാത്ത ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴേ എനിക്കറിയാം നിങ്ങൾ അങ്ങനെയൊന്നും പറയുന്നവരെ അല്ലെന്നുള്ള കാര്യം. അന്നേരം പുള്ളിക്കാരത്തി ഇതൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴും ആൾക്കാർ പറഞ്ഞു, എൻ്റെ കൊച്ചമ്മ അമ്മമ്മയുടെ സ്വഭാവം അനുസരിച്ച് ഞാൻ പോയിട്ട് ആ റോഡിൽ കൂടെ പോകുന്ന സാധനം പോലും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. പിന്നെ ഞാനിവിടെ വന്നതിനൊരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, ആ പോയ പോക്കിൽ അമ്മാമ്മ അച്ഛനും ഒക്കെ എന്നെ കൈവിട്ടാലും നിങ്ങൾ സേവിച്ച ആ ദൈവം ഇല്ലേ, ഞാൻ കണ്ടുമുട്ടിയ ആ ദൈവം ഇല്ലേ, ആ ദൈവം എന്നോട് സംസാരിച്ചു. അമ്മാമ്മ അച്ഛനും ഒക്കെ കൈവിടും പാസ്റ്ററെ, പക്ഷേ ഏതമ്മാമ്മ അച്ഛനും കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവമുണ്ട്, സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. സംസാരിച്ചത് മാത്രമല്ല, എന്നെ കൊണ്ടൊരു പേരൊക്കെ ഇടിയിപ്പിച്ചു. എന്താ? ബേർല ഈ രോഹി. ഞാൻ പേരിട്ടച്ച് വരുക. ഇതെല്ലാം കേട്ടു. വീട്ടിൽ കുറേ കളിയാക്കലൊക്കെ. പിന്നെ കാലച്ചിരം മുന്നോട്ട് പോയി കേട്ടോ. ഈ വീട്ടിൽ അപ്രത്യക്ഷിതമായി സംഭവിച്ച മരണം, അത് മറ്റാരുടെയും മരണമല്ല. ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായമൊക്കെ പഠിക്കുമ്പം സാറയുടെ മരണം, 23-ാം അധ്യായത്തിൽ സാറ മരിച്ചു. 24-ാം അധ്യായം അബ്രഹാമിന് ഭയങ്കര ഡിപ്രഷൻ കയറി. അല്ലെങ്കിൽ ഈ ഭർത്താക്കന്മാരൊക്കെ മിടുക്കരായിട്ടിരിക്കുന്നത് ഭാര്യയൊക്കെ ഇങ്ങനെ പയർ പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഭാര്യമാർ പോയി കഴിഞ്ഞാൽ ഏത് അച്ചായന്മാരും ചുരുണ്ടുപോകും. തെളിവ് അബ്രഹാം എന്നെ ആദിപുതിയ പുള്ളി എന്തെല്ലാം പറയുന്നത്. ഏലിയാസറിനെ വിളിപ്പിക്കുന്നു, ഉടമ്പടി ചെയ്യിപ്പിക്കുന്നു, ആകപ്പാടെ വലിയ ബഹളം. എല്ലാം കഴിഞ്ഞ് വീടിൻ്റെ പരിതസ്ഥിതി തന്നെ അങ്ങ് മാറി. അല്ലെങ്കിലും അങ്ങനെയൊക്കെയായി പ്രതീക്ഷിക്കാതെ വരുന്ന ചില മരണങ്ങളൊക്കെ ചില വീടുകളുടെ പരിതസ്ഥിതിയെ തന്നെ എന്ത് ചെയ്യും, മാറ്റും. അങ്ങനെ ആയിരിക്കുന്ന സമയം അപ്പനെ ബാധിച്ച അതേ നിരാശ ഇസാക്കിനുമുണ്ട്. അവനിങ്ങനെ വീട്ടിനകത്ത് മൊബൈലൊക്കെ നോക്കിയിട്ട് ഒന്നും ഒരു സന്തോഷവും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഹാഗാർ പറഞ്ഞൊരു വാക്ക് ഇസാക്കിൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തു. മറ്റൊന്നുമല്ലത് ബേർല ഈ രോഹി.
ഉൽപ്പത്തി 24:62. ഇസാക്ക് വെളും പ്രദേശത്ത് യാനിക്കാൻ പോയി. അവിടെ അവൻ തലപൊക്കി നോക്കിയപ്പോൾ റിബേക്കയെ കണ്ടു. അപ്പം ജീവിതത്തിൻ്റെ സ്വപ്നം തകരുന്ന ഇടത്ത് കരുതൽ തരുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ പേരാണ് ബേർലൈരോഹി. സ്തോത്രം. അവൻ അവിടെ റിബേക്കയെ കണ്ടു. സ്തോത്രം. ഇനിയും ഉൽപ്പത്തി 25:11. അമ്മയൊക്കെ മരിച്ച് ഇച്ചിരി കഴിഞ്ഞതിന് മുമ്പ് പെട്ടെന്ന് അച്ഛനും മരിച്ചു. അച്ഛൻ മരിച്ചപ്പം അല്ലെങ്കിൽ അമ്മയപ്പനും പോകാമെന്ന് പറഞ്ഞാൽ അത് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എത്ര പ്രായമാണെങ്കിലും സ്വന്തം അപ്പനും അമ്മയും പോകാമെന്നൊക്കെ പറയുന്നത് അത് അപ്പനും അമ്മയും പോയിട്ടുള്ളവർക്കറിയാം. ഒരിക്കലും അവർക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പം ഫിലദൽഫിയയിൽ ഒരു അച്ചായനെ കണ്ടു. ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ അപ്പച്ചനുണ്ട് 96 വയസ്സ്. ഈ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ അപ്പച്ചനില്ല. ചില ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ അപ്പച്ചൻ പോയി. അച്ഛൻ പൊട്ടിക്കരയുക. ഞാൻ ചോദിച്ചു 96 വയസ്സായിട്ടും പറഞ്ഞു വിടാം മനസ്സില്ലേ? എന്നാൽ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ അപ്പനും അമ്മയും പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയുന്നത്. അതങ്ങനൊന്നും പറഞ്ഞാലൊന്നും എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. ഇച്ചിരിയൊക്കെ അവഗണിക്കുമ്പോൾ ഓർത്തോണം. ഉള്ളോണ്ടാ കണ്ണിലുള്ളപ്പം കണ്ണിൻ്റെ വില എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പോയി കഴിയുമ്പോഴാണ് അതിൻ്റെയൊക്കെ വില നമുക്ക് എന്ത് ചെയ്യുന്നത്, മനസ്സിലാകുന്നത്. ഏതായാലും പോയി. ഉൽപ്പത്തി 25:11. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, അച്ഛനും അമ്മമ്മയും വേറൊരു കാര്യം ചിന്തിച്ചോണം. നിങ്ങളുണ്ടെങ്കിലേ എല്ലാം നടക്കുമെന്നൊന്നും വിചാരിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഉൽപ്പത്തി 25:11 വായിച്ചേക്ക്. എന്താ അവിടെ വായിക്കുന്നത്? അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് ബേർലൈരോഹിക്കരികെ പാർത്തു. അപ്പൊ അപ്പനുള്ള കാലത്തേക്കാൾ മോൻ അനുഗ്രഹിക്കപ്പെട്ടത് ഉറക്കപ്പറ അപ്പൻ പോയതിനു ശേഷമാ. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി അസൂയയില്ലാത്ത മാതാപിതാക്കൾ ധൈര്യത്തോടെ പറ, ഞാൻ ഉള്ള കാലത്തേക്കാൾ എൻ്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു കാലമാണ്. ഷാവാര പോകാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, ബുദ്ധിമുട്ടരുത്. ദൈവമക്കൾക്ക് പോകാൻ ബുദ്ധിമുട്ടില്ലാത്തതിന് 4 കാരണമുണ്ട്. എന്താ കാരണം? ഒന്ന്, ഇവിടെ നമ്മൾ മിനുക്കി പോളിഷ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ ശരീരമില്ലേ, ഇതിനെക്കാട്ടി സുന്ദരമായ ഒരു ശരീരമാ നമുക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്നത് അല്ലേ? ഇത് എത്ര കളറടിച്ചാലും, ഇത് എത്ര ഫേഷ്യൽ ചെയ്താലും ഇതിനെക്കുറിച്ച് അമ്മാമയ്ക്ക് അറിയാം. ഇത് ദ്രവത്വമുള്ള ശരീരമാ. പക്ഷെ നമുക്കൊന്നറിയാം, ദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയെ ധരിക്കുന്ന ദിവസത്തിൽ, മരണം നീങ്ങി ജയം വരുന്ന ദിവസത്തിൽ നമ്മൾ പുതിയൊരു ശരീരം പ്രാപിക്കും. നമ്മുടെ പ്രിയ ശാരോ പാടിയതുപോലെ വിൺമയമാം ശരീരം വിൺപുരൂപി നൽകുമ്പോൾ എൻ്റെ അല്ലലല്ല പ്രഷറിന്റെ മരുന്ന് കഴിക്കുന്നത് അല്ലലല്ലേ, ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നത് അല്ലലല്ലേ, ഓ ദൈവത്തിന് സ്തോത്രം, കൊളസ്ട്രോൾ വരുമ്പോഴത്തേൻ അല്ലലല്ലേ. പക്ഷേ അല്ലലില്ലാത്ത ശരീരത്തിൽ നീ ആനന്ദിക്കുന്ന ദിവസമാ നിത്യതയിലുള്ളത്. അപ്പം ഒരു ശരീരം കിട്ടുമെന്നുള്ളതാ നിത്യതയുടെ പ്രത്യാശയുടെ ഒന്നാമത്തെ പ്രത്യേകത. ഇനിയും ശരീരം മാത്രമാണോ കിട്ടുന്നത്? അല്ല, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം നമുക്ക് കിട്ടും അല്ലേ? നിത്യതയിൽ എന്തോ കിട്ടും? ഉറക്കെ പറ, അനുഗ്രഹിക്കപ്പെട്ട ഭവനം. ഇവിടെ എത്ര കോടി രൂപ മുടക്കി പണിത ഭവനമാണെങ്കിലും ഒരാർക്കിടെക്റ്റ് പണിതതിനകത്ത് മറ്റൊരാൾ വന്ന് നോക്കുമ്പോൾ ന്യൂനതയുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോ, 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ച ഭൂമി ഇത്ര മനോഹരമാണെങ്കിൽ 2000 കൊല്ലം കൊണ്ട് നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന വീട് എത്ര മനോഹരമാ പ്രിയപ്പെട്ടവരെ. എത്ര പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാത്രി പ്രത്യാശയുണ്ട്, എനിക്ക് കിട്ടാൻ പോകുന്ന സുന്ദരമായ വീട്. അപ്പോൾ എനിക്കൊരു ശരീരം കിട്ടും, എനിക്കൊരു വീട് കിട്ടും. അതിലുപരി എനിക്ക് അവിടെ ഒരു ഇൻഹെറിറ്റൻസ്, എനിക്ക് അവിടെ ഒരു അവകാശം കിട്ടും. ഞാൻ അവിടെ അടിമയായിട്ടല്ല വാഴുന്നത്, ഞാൻ അവിടെ മകനായിട്ടാ വാഴുന്നതെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ, ഇതിന്റെ അപ്പുറത്ത് എനിക്ക് അവിടെ കിട്ടുന്ന ഒന്നുണ്ട്. എനിക്കൊരു കൂട്ടായ്മ കിട്ടും. ആരുമായിട്ടാ? ഞാൻ ഏറ്റവും കൊതിച്ച, എനിക്ക് വേണ്ടി അവസാനത്തുള്ളു ചോര വരെ ക്രൂശിലൂറ്റി തന്ന എന്റെ പ്രാണപ്രിയനുമായിട്ട് എനിക്കൊരു കൂട്ടായ്മ കിട്ടുന്ന ദിവസം. സന്തോഷമുള്ള പ്രിയപ്പെട്ടവർ അക്കരെ ഉയർത്തിപ്പിടിച്ച് ശക്തിയോട് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ.
ദൂരാരവരവ. ഇവിടുന്ന് പോകാനൊന്നും പേടിക്കരുത്. ഒരു ശരീരം കിട്ടും, ഒരു ഭവനം കിട്ടും, ഒരവകാശം കിട്ടും. അതിലുപരി ഒരു കൂട്ടായ്മ. ഇവിടെ ഉള്ളവരെല്ലാം കുത്തുവാക്ക് പറയുന്നവരാ. പക്ഷെ വീണ്ടെടുത്തവനുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വരുമ്പം ഒരു കാര്യം ഓർത്തോണം. അവിടെ അബ്രഹാം ഉണ്ട്, അവിടെ ഇസഹാക്കുണ്ട്, അവിടെ മോശയുണ്ട്, അവിടെ ദാവീദുണ്ട്, അവിടെ പൗലോസ് ഉണ്ട്, അവിടെ ഭക്തന്മാരെല്ലാവരും ഉണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടെന്നുള്ളതാ നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. അപ്പൊ പോകാനൊന്നും ഒട്ടും പേടിക്കരുത്. പോയാ പിള്ളേർ വഴിയാധാരാകുമെന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. കാരണം നമ്മളെ പോകുന്നുള്ളൂ. നമ്മൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാ. അവൻ പറഞ്ഞ വാക്തത്വങ്ങളും പ്രവാചക ശിഷ്യൻ്റെ പിള്ളേർ പറഞ്ഞില്ലേ, ഈ സാങ്കുട്ടിച്ചാനെ പോലുള്ള എഴുത്തുകാരുടെ കൈ കിട്ടണം ആ പിള്ളേരെ, അല്ലേ? അവർ പറയും, ഇവർ ചെന്നേച്ച് ഹല്ലേലൂയയുടെ ഒരു ഇൻ്റർവ്യൂ ആ പിള്ളേരുമായിട്ട് നടക്കുകയെന്ന് നിങ്ങളൊന്ന് വിചാരിച്ചേ. അവർ ഇവിടുന്ന് അവിടെ ചെന്നപ്പോൾ എന്തേണ്ട പിള്ളേർ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മ അവിടെ ഇല്ല. അമ്മ എറണാകുളത്തെ ബാങ്കിൽ പോയിരിക്കുക. അന്നേരം ഇവർ കാര്യങ്ങളെല്ലാം ചോദിച്ചു, കടവാരുന്നു, ദൈവം അത്ഭുതം ചെയ്തു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഇവരൊരു ഹെഡിങ് എഴുതും. എന്തായിരിക്കും ഹെഡിങ്? ഭയങ്കര ഒരു നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഹെഡിങ് ആയിരിക്കും. പിള്ളേർക്ക് ആകപ്പാടെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ അപ്പനെ മരിച്ചിട്ടുള്ളൂ, ഞങ്ങളുടെ അപ്പന് സേവിച്ച ദൈവം എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് ഉറപ്പുണ്ട്? നമ്മളെ മരിക്കത്തുള്ളൂ, നമ്മൾ സേവിക്കുന്ന ദൈവം മരിക്കത്തില്ല. അവിടുന്ന് പറയുന്ന വാഗ്ദത്തങ്ങൾ ഒരിക്കലും, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഊവെന്നാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കര ഉയർത്തിക്കൊണ്ട് ഉറക്കെ പറഞ്ഞ പ്രവാചകൻ മറന്നാലും കേട്ട നിങ്ങൾ മറന്നാലും പറഞ്ഞ ദൈവം മറക്കാത്ത ദൈവമായതുകൊണ്ട് വാഗ്ദത്തം നിറവേറുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ധൈര്യത്തോടെ, എനിക്കിന്ന് രാത്രി ചിലരോട് വളരെ പേഴ്സണലായിട്ട് പറയാനുണ്ട്. വാഗ്ദത്തം മരിക്കുന്നില്ല. സ്വപ്നങ്ങൾ തകരുന്ന ഇടം മരുഭൂമിയുടെ ഒന്നാമത്തെ പ്രത്യേകതയാണ്. ഇനി മരുഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത, ഒന്ന് നമുക്കത് വായിച്ച് നിർത്താം, അതിനുശേഷം ദൂതിലേക്ക് പിന്നെ പോകാം. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രം അഴിച്ച് നഗ്നയാക്കി ജനിച്ച ദിവസത്തിലെ പോലെ നിർത്തുകയും അവളെ മരുഭൂമി വരണ്ട നിലം പോലെ ആക്കി ദാഹം കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും. ദാഹം കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും. അപ്പം മരുഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകതയാണെന്ത്? ചേർന്ന് പറ. ദാഹം കൊണ്ട് മരിക്കുന്ന സ്ഥലം. ഒന്ന്, സ്വപ്നം തകരുന്ന സ്ഥലം. രണ്ട്, ചേർന്ന് പറ, ദാഹം കൊണ്ട്. ദൈവം വിളിച്ചവർ ദാഹം കൊണ്ട് മരിക്കാൻ ദൈവം സമ്മതിക്കുമോ? ഹല്ലേലൂയ. ഈ രാത്രി ഒരു ദൂത് പറഞ്ഞ് ഞാനിപ്പം നിർത്താം. നമ്മുടെ ക്രിസ്തു ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കെരീത്തുകൾ ദൈവം ഒരുക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? 24 വരെ നിങ്ങളിത് കണ്ടില്ലെങ്കിൽ 25-ാമത്തെ ആണ്ടിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത ചില കെരീത്തുകൾ, ഷാബാര, അത് ബന്ധത്തിൽ നിന്നും സ്വന്തത്തിൽ നിന്നും അല്ല, ഒരു ബന്ധവുമില്ലാത്ത ചില കാക്കകളെ ദൈവം നിനക്ക് വേണ്ടി അയക്കാൻ പോവുകയെന്ന് ഞാൻ പറയുമ്പോൾ, കുടുംബക്കാരൊന്നും അല്ലെന്നേ ഉദ്ധരിക്കുന്നത്. കുടുംബക്കാരെ ഒന്നും അല്ല, ദൈവ സഭക്കാരുമല്ല. നിന്നെ ഉദ്ധരിക്കാൻ ദൈവം തീരുമാനിക്കുമ്പം
എടാ, ഒരു ബന്ധമില്ലാത്ത പൗരുഷനെ കൊണ്ട് എന്നെ ഉദ്ധരിക്കാൻ ദൈവം തീരുമാനിച്ചത്. ആകെപ്പാടെ ഇതിനകത്ത് വരുന്നതിന് മുമ്പ് ഞാൻ കേസ് ജോണിനെ കണ്ടിട്ടുള്ളത് 2 വട്ടമാ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പോലും അദ്ദേഹം എൻ്റെ പ്രസംഗം കേട്ടിട്ടില്ല. പക്ഷേ എന്നെ ഉദ്ധരിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോ ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥാപനത്തെ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. നിന്നെ ഉദ്ധരിക്കാൻ ദൈവം തീരുമാനിച്ചാൽ, നിന്റെ കുടുംബത്തെ ഉദ്ധരിക്കാൻ ദൈവം തീരുമാനിച്ചാൽ, നിന്റെ തലമുറ ഉദ്ധരിക്കാൻ ദൈവം തീരുമാനിച്ചാൽ, അമ്മയുടെ ചേടുത്തി അമ്മാച്ചന്റെ മോന് വന്നു അല്ല, നിന്റെ തലമുറയുടെ സഹായത്തിന് വേണ്ടി വരുന്നത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന. ധൈര്യത്തോടെ പറയാൻ പറ്റുന്നവർ ഇന്ന് രാത്രി ഉറക്കെ പറ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ശാബാരാധന. ഈ കോട്ടയത്തെ IPCയുടെ ചരിത്രത്തിൽ PM ഫിലിപ്പിനോടൊപ്പം തന്നെ ചേർത്ത് പറയാൻ പറ്റുന്ന ചില പേരുകൾ KC ചെറിയാച്ചാന് അല്ലേ, അതുപോലെ തന്നെ ജോസഫ് പാസ്റ്റർ, MD ജോസഫ് പാസ്റ്റർ അല്ലേ, നമ്മുടെ തോമസ് കുട്ടിച്ചാൻ്റെ ഫാദർ. ആ മനുഷ്യനൊക്കെ വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ തലമുറയുടെയൊക്കെ കാലം വന്നപ്പോഴത്തേന് പൊതുവേദികളിലൊന്നും പറയാൻ പറ്റാത്ത നിലയിലുള്ള പിന്മാറ്റ അനുഭവത്തിലേക്ക് പോയ ഒരു സമയം. പക്ഷേ തോമസ് കുട്ടിച്ചാൻ ഇന്ന് എൻ്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതനാണ്. അതുകൊണ്ട് എനിക്ക് ആ കാര്യം സാക്ഷ്യമായിട്ട് പറയുന്നതിനകത്ത് ഒരു മടിയില്ല. അദ്ദേഹം ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം, അതെ, ജീവിതം നൈരാശ്യം കൊണ്ട് മരിച്ചേക്കാമെന്ന് തീരുമാനിച്ച് ഓട്ടോ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഓട്ടോയെ പോലും മനുഷ്യൻ കയറാത്ത ഒരു കാലം. അങ്ങനെ പോകുന്ന സമയത്താണ് കൊമരകത്ത് ഒരു പോലീസുകാരൻ മരിച്ചു. അന്ന് അദ്ദേഹത്തിൻ്റെ ഓട്ടോയ്ക്ക് 900 രൂപ ഓട്ടം കിട്ടി. പുള്ളി അന്ന് അത് തീർത്തേച്ച് മരിക്കാമെന്ന് കണ്ടു വരുമ്പോഴാണ് വിഷക്കുപ്പിയൊക്കെ മേടിച്ച് കയ്യിരിപ്പുണ്ട്. എന്തോ ഒരു ബോധത്തിൽ കുറേ വാഴവിത്ത് മേടിച്ച് അവരുടെ വീടിൻ്റെ അവിടെ വരെ കൊണ്ടുവന്നത് അദ്ദേഹത്തിന് അറിയാം. അവിടെ കിടന്നുറങ്ങി, ബോധമില്ലാതെ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഉണർന്നപ്പം കണ്ട് ഓട്ടോയുടെ ചോട്ടി മനോരമ പത്രം കിടക്കുന്നു. പത്രം എടുത്ത് വായിച്ചപ്പോൾ കാണുകയാണ്, ആറ്റിലെ മണൽ വാരുന്നത് ഗവൺമെന്റ് നിരോധിച്ചിരിക്കുന്നു, കരമണൽ വാരാം. ഇത് വായിച്ചേച്ച് പുള്ളി ആ ഒരു ഉറക്കച്ചടവിൽ അബോധ മനസ്സിൽ അടുത്തത് ചെയ്തത് എന്താണെന്നറിയാമോ? കുറച്ച് വാഴവിത്ത ഓട്ടോ ഇരിക്കുന്നെടുത്തത് തൂമ്പാവുണ്ട് കുഴിച്ചിടത്തെല്ലാം മണല്. സ്തോത്രം. അന്ന് ആ മനുഷ്യനെ ദൈവം സ്പർശിച്ചു. ഒരപ്പൻ ട്രാക്ട് കൊടുത്തപ്പോൾ ആ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരിക്കൽ കരുതലായിരുന്നു. 3-4 ഏക്കർ സ്ഥലത്ത് നിക്ഷേപം പോലെ മണല് ദൈവം എന്ത് ചെയ്തു വെച്ചു? ഒരുക്കി കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്ന ചിലരോട് ശക്തമായ ഒരു ദൂത് പറയുകയാ, നീ പ്രതീക്ഷിക്കുന്നിടത്തൊന്നും അല്ല ബ്രദറെ, നിന്റെ പ്രസ്ഥാനത്തിനകത്തൊന്നും അല്ല നിന്റെ അനുഗ്രഹം വരുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാക്കകളെ എന്നുവെച്ചാൽ എൻ്റെ അനുഭവമായത്. എൻ്റെ കരിസ്മ ക്രൂസൈഡിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടാ ഞാനിത് പറയുന്നത്? ഇതൊക്കെ കേൾക്കുമ്പം ചില ചെറുപ്പക്കാർ ബലപ്പെടട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നിത്യത വിശ്രമിക്കുന്ന ദൈവസഭയിലെ അനുഗ്രഹിതനായ പ്രവാചകനായിരുന്നു പാസ്റ്റർ വൈപ്പാപ്പച്ചൻ. നിങ്ങളിൽ പലർക്കും അദ്ദേഹത്തെ അറിയാം. വൈപ്പാപ്പച്ചൻ്റെ കലൂര വീട്ടില്, അശോക റോഡിലുള്ള വീട്ടില് കുറെ വർഷം മുമ്പ് വളരെ യാദൃച്ഛികമായിട്ട് ചെന്നുപെട്ട ഒരു സാഹചര്യം ഉണ്ടായി. മടന്നോണിൽ നിന്ന് ഞാൻ പോകാൻ കാരണം എറണാകുളം രാജേന്ദ്ര മൈതാനത്ത് ഒരു പ്രസംഗം. അന്ന് ശോഭിച്ചു നിൽക്കുന്ന ദൈവദാസന്മാരിൽ ഒരാൾ കെ എബ്രഹാം. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു 15 മിനിറ്റ് എന്നെ വിളിച്ചത് എൻ്റെ പ്രസംഗത്തിന്റെ മഹത്വം കൊണ്ടൊന്നുമല്ല. ഞാനൊന്ന് ആൾക്കാർക്ക് ഒരു അട്രാക്ഷനായി എൻ്റെ പ്രസംഗം കേൾക്കുന്നത്. അതിന് വിളിച്ചതാ. 15 മിനിറ്റ് എന്താ പറഞ്ഞെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോൾ പാപ്പച്ചാൻ എൻ്റെ തോളെ തട്ടി വെച്ചു പറഞ്ഞു, മോനെ ദൈവം ഉപയോഗിക്കും, ഇന്ന് പോണ്ട, അപ്പായോടും പറ 3 ദിവസം നമുക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പാപ്പച്ചാന്റെ വീട്ടിൽ ഞങ്ങൾ 3 ദിവസം ഉപവസിക്കുക. അങ്ങനെ ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ അപ്പനും അമ്മയും ഉപവസിക്കുക. അങ്ങനെ ഉപവസിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നൊരു ദൈവദാസൻ പാപ്പച്ചാന്റെ വീട്ടിൽ വരിക. പാപ്പച്ചാന്റെ മകൻ ജെയിംസ്, അദ്ദേഹം പണ്ട് BBS നടത്താൻ മാർത്താണ്ഡത്ത് ചെല്ലുന്നിടത്ത് ഒരു സന്യാസിയായ ഉദ്ദേശി. അദ്ദേഹം വെള്ളം മാത്രമാണ് ധരിക്കുന്നത്. ഈ ബാംഗ്ലൂർ വഴിയെല്ലാം പോയിട്ട് എറണാകുളത്തൂടെ ഒരു ആ മാർത്താണ്ഡത്തുനിന്ന് ഇറങ്ങിയപ്പോൾ മുതലിട്ടിരിക്കുന്ന
വെള്ളത്തുണി ചുവന്നിരിക്കുക. അദ്ദേഹം വന്നു കയറിയപ്പോഴേ പാപ്പച്ചാൻ എൻ്റെ പിതാവിനോട് പറയുക, ഈ പാസ്റ്റർ വിളിച്ച പൊക്കോണം, ഈ നോ പറയരുത്. പാസ്റ്റർ സൂക്ഷം വിളിച്ചു പറഞ്ഞു, പ്രസംഗിക്കാൻ ഞങ്ങളുടെ അവിടെ വരണം. പപ്പ പറഞ്ഞു 1 ദിവസം വരാം. പുള്ളി പറഞ്ഞു പറ്റത്തില്ല, 4 ദിവസം വരണം. ഇവിടെ 1 ദിവസം പ്രസംഗിക്കുന്നത്, അവിടെ 4 ദിവസം ഒരാൾ തന്നെയാണ് പ്രസംഗിക്കുന്നത്. അന്നേരം പപ്പ പറഞ്ഞു ഇല്ല, പ്രസംഗം കയ്യിലില്ല, ഒറ്റ പ്രസംഗമേ ഉള്ളൂ. അന്നേരം പുള്ളി പറഞ്ഞു അത് 4ആയിട്ട് പ്രസംഗിച്ചാൽ മതി, ബാക്കി നമുക്ക് പാട്ടയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ 4 3ആക്കി മത്സരിച്ച് പറഞ്ഞു 3ആക്കി. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാനൊരു 26 വർഷം ഈ തമിഴ്നാട്ടിൽ മാത്രം എല്ലാ വെള്ളി ശനി ഞായറും പ്രസംഗിച്ചു. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് ശേഷം വന്നവരൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന ശുശ്രൂഷകന്മാരായപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ പൊന്നു കർത്താവേ, എന്നും തമിഴ്നാട് കൊണ്ട് തീരാനാണോ എൻ്റെ വിധി? അപ്പം ദൈവം എന്നോടൊരു ദൈവദാസനെ കൂടെ പറഞ്ഞു, ദ്വീപുകൾ നിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുക, പ്രതീക്ഷിക്കാത്തൊരു കാക്ക നിനക്ക് വേണ്ടി വരാൻ പോവുക, പിന്നീടുള്ളതെല്ലാം ചരിത്രം. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നിന്റെ ബന്ധത്തിൽ നിന്ന് സ്വന്തത്തിൽ നിന്നുമല്ല, നീ ഇവിടെ മരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ പ്രതീക്ഷിക്കാത്ത ചില കാക്കകളെ മനസ്സിലാകുന്നവരൊക്കെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. ഇത് പെന്തക്കോസുകാരുടെ യോഗമല്ലേ, ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ശക്തമേറിയ ആത്മസാന്നിധ്യത്തിന്റെ പകർച്ചയല്ലേ, അത് അനുഭവിക്കുന്നവരൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തു. കാക്ക കൊണ്ട് തീരത്തില്ല ജോൺസൺ ബ്രദറെ. കാക്കയ്ക്കപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരു വിധവയെ ഒരുക്കും. അറിയാത്ത ചില കുടുംബങ്ങളെ, തകർന്ന കുടുംബങ്ങളെ നിന്നെ പണിയാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോകുകയാ. അവിടെ കൊണ്ട് തീരത്തില്ല ദൈവപ്രവൃത്തി. കാക്കയ്ക്കും വിധവയ്ക്കും അപ്പുറത്ത് ഇത് റിപ്ലൈ ഫ്രം ഹെവൻ, ഇത് ഫയർ ഫ്രം ഹെവൻ. ഉയരത്തിന്നൊരു തീ നിനക്ക് വേണ്ടി കത്തുമെന്ന് വിശ്വസിക്കുന്ന എത്ര അഭിഷക്തന്മാർ! നിന്നെ കൊല്ലാൻ, നിന്നെ ഇല്ലാതാക്കാൻ അണിയറ ചില ഗൂഢാലോചനകൾ നടക്കുമ്പോൾ അതിനെ തകർക്കാനായിട്ട് ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ഒരു തീ കത്തുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ. ഇല്ല, നീ മരിക്കത്തില്ല. നീ ജീവനോടിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഏത് ആഭിചാരം നിനക്കെതിരെ പരിശ്രമിച്ചാലും, ഏത് ഗൂഢാലോചന നിനക്കെതിരെ പരിശ്രമിച്ചാലും, ഏത് അന്ധകാര ശക്തി നിനക്കെതിരെ പോരാടിയാലും, ഇന്ന് രാത്രികാലം അതിന്റെ പദ്ധതികളെ തകർക്കുന്ന ഒരഭിഷേകത്തിന്റെ തീ എനിക്ക് വേണ്ടി ഉയരത്തിൽ നിറങ്ങുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. The reply from heaven, ഇത് ഫയർ ഫ്രം ഹെവൻ. ഉയരത്തിൽ നിന്നൊരു തീ കത്തുന്നു. വിശ്വസിക്കുന്നവർ 2 കരം ഉയർത്തിപ്പിടിച്ച് യേശുവിനൊന്ന് മഹത്വം കൊടുത്ത് സ്വീകരിച്ചാട്ട്. ഈ ക്രൂസൈഡിന്റെ 2ാമത്തെ രാത്രി അസാധാരണമായി ചില ദൈവപ്രവൃത്തി നടക്കുന്ന രാത്രിയാ. ഞാനിന്ന് രാത്രി പൊതുജനത്തോടല്ല സംസാരിക്കുന്നത്. എനിക്കിന്ന് രാത്രി ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ കൊതിക്കുന്ന ചില അഭിഷക്തന്മാരോട്, ചില അഭിഷക്തന്മാരോട് ആത്മാവി ദൂത് പറയാനുണ്ട്. ഒരു തീ നിനക്ക് വേണ്ടി ഇറങ്ങും. നിന്റെ കുടുംബത്തിനെതിരെ കൊല്ലങ്ങളായി വെല്ലുവിളിക്കുന്ന, നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെ കൊല്ലങ്ങളായി വെല്ലുവിളിക്കുന്ന ചില അന്ധകാര ആധിപത്യങ്ങളെ നിർമൂലമാക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ തീ എനിക്ക് വേണ്ടി ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. നിന്റെ അതിര് മാറാൻ പോവുക. നിന്റെ ബിസിനസിന്റെ അതിര് ഹല്ലേലൂയ. തിരുവല്ലയിലെ പ്രയർ സെന്റർ സഭയിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ ഉറക്കെ പറയുന്നു, സ്വപ്നങ്ങൾ തകരത്തില്ല, ദാഹം കൊണ്ട് മരിക്കത്തില്ല. എത്ര പേർക്ക് ഈ രാത്രി വിശ്വസിക്കാൻ പറ്റും? ഉറക്കെ പറ, കുഞ്ഞുങ്ങളൊക്കെ ഉറക്കെ പറ, സ്വപ്നങ്ങൾ തകരത്തില്ല, ദാഹം കൊണ്ട്.
ഹല്ലേലൂയ. ആ കരമുയർത്തി ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തതിന് അനന്തരം അടുത്ത 2 സന്ദേശം കൂടെ കേൾക്കും. 1, സ്വപ്നം തകരുന്ന സ്ഥലം. 2, ദാഹം കൊണ്ട് മരിക്കുന്ന സ്ഥലം. പക്ഷേ നിന്നെ ഇവിടെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എനിക്കിന്ന് രാത്രി പറയാനുള്ള സന്ദേശം. 2 വാക്യം കൂടെ ഞാൻ വായിക്കും. ഇത് സഭകളുടെ ചരിത്രത്തെ തിരുത്തുന്ന ഒരു ദൈവപ്രവൃത്തിക്ക് കാരണമാക്കി ദൈവം മാറ്റും. പ്രതീക്ഷയോടെ വചനത്തിന് ചുറ്റാകെ തുടരാം. ഒന്നിച്ച് പാടി കർത്താവിൻ്റെ വേലയ്ക്ക് അർപ്പിച്ചതിനന്തരം തുടർന്ന് ഗായക സംഘം ഒരു പാട്ടിൻ്റെ അടികൾ പാടുന്നതായിരിക്കും. ആ സമയത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മയിൽ നിന്നൊരു നല്ല ഭാഗം ഈ കൺവെൻഷൻ്റെ ചിലവന് വേണ്ടി നിങ്ങൾക്ക് സ്തോത്ര വഴിപാടുകൾ അർപ്പിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പാട്ടുകൾ പാടുവാൻ വേണ്ടി ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 59-ാമത്തെ ഗാനമാണ് നാം ചേർന്ന് പാടുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നവരെല്ലാവരും ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കും. ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല. അന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ. ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല. അന്നുള്ളതാം തന്നു പോറ്റുന്നോൻ. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനെ അങ്ങേ സ്തുതിക്കും. ആരിലും ഉന്നതനായതിനാൽ അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനെ അങ്ങേ സ്തുതിക്കും. ആരിലും ഉന്നതനായവനേ. നാളേക്കുള്ള വ്യാകുലം വേണ്ട. നല്ല സമ്പന്നൻ എന്നരികിലുണ്ട്. എൻ്റെ ഭാവിക്കാൻ നല്ലതു മാത്രം കരുതി വെക്കുന്നോൻ കരുണയുള്ളവൻ. നാളേക്കുള്ള വ്യാകുലം വേണ്ട. നല്ല സമ്പന്നൻ എന്നരികിലുണ്ട്. എൻ്റെ ഭാവിക്കായി നല്ലതു മാത്രം കരുതി വെക്കുന്നോൻ കരുണയുള്ളവൻ. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനെ അങ്ങേ സ്തുതിക്കും. ആരിലും ഉന്നതനായതിനാൽ അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനെ അങ്ങേ സ്തുതിക്കും. ആരിലും ഉന്നതനായവനേ. ആ കരങ്ങളെല്ലാം ഒന്ന് ചേർന്നടിക്കാമോ?
മനുഷ്യർ മുൻപിലും കൈകൾ നീട്ടാതെ വേണ്ടുവോളവും നൽകിടും ദിനയും ഉള്ളവനെ പോൽ ഈ നിമിഷം വരെ ഇനിയുള്ള ആണ്ടിലും അത് അങ്ങനെ തന്നെ. മനുഷ്യർ മുൻപിലും കൈകൾ നീട്ടാതെ വേണ്ടുവോളവും നൽകിടും ദിനയും എല്ലാം ഉള്ളവനെ പോൽ ഈ നിമിഷം വരെ ഇനിയുള്ള ആണ്ടിലും അങ്ങനെ തന്നെ. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും, അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും. ആരാധ്യനെ അങ്ങേ സ്തുതിക്കും, ആരിലും ഉന്നതനായതിനാൽ അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും, അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും. ആരാധ്യനെ അങ്ങേ സ്തുതിക്കും, ആരിലും ഉന്നതനായതിനാൽ. നമ്മുടെ കരമുയർത്തി ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ തകരുന്നയിടത്ത് ഇടപെടൽ നടത്തുന്ന ഒരു ദൈവം, ദാഹം കൊണ്ട് നാം മരിക്കുമെന്ന് മനുഷ്യർ വിചാരിക്കുന്ന ഇടത്ത് നമുക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് മറുപടികൾ വെളിപ്പെടുത്തുന്ന ദൈവം. ഇനിയും മരുഭൂമിയുടെ മൂന്നാമത്തെ പ്രത്യേകത നാം ദൈവവചനത്തിൽ പഠിക്കുമ്പോൾ, മരുഭൂമിയുടെ മൂന്നാമത്തെ അവസ്ഥ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 23-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ഇതാ കൽദയരുടെ ദേശം, ഇതാ കൽദയരുടെ ദേശം, ഈ ജനമില്ലാതെയായി, ഈ ജനമില്ലാതെയായി. അശ്ശൂർ അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞു. ഓ, അശ്ശൂർ അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പോയിന്റഡ് ഫോർ വൈൽഡർനെസ് ആനിമൽ, മരുമൃഗങ്ങൾക്കായി നിയമിച്ചിരിക്കുന്നു. മരുഭൂമിയുടെ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, സ്വപ്നങ്ങൾ തകരുന്ന സ്ഥലമാണ്. രണ്ടാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ദാഹം കൊണ്ട് മരിക്കുന്ന സ്ഥലമാണ്. മൂന്നാമത്തെ പ്രത്യേകത, അവിടെ ആരുണ്ട്? മരുമൃഗങ്ങളുണ്ട്. എന്താ മരുമൃഗങ്ങളുടെ പ്രത്യേകത? തിരുവചനം സൂക്ഷിച്ച് പഠിക്കുമ്പോൾ 8ഓളം മരുമൃഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ വാക്യങ്ങൾ വേഗം പറഞ്ഞു വിടാം. യോബിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ഒന്നാമത്തെ മരുമൃഗം കാട്ടുകഴുതയാണ്. എന്താ കാട്ടുകഴുതയുടെ പ്രത്യേകത? ഇവിടെ നിന്നത് അലറിയാൻ 3 കിലോമീറ്റർ അപ്പുറത്ത് സ്വരം കേൾക്കും. എല്ലാ പച്ചപ്പും തിന്നുകളയും. മരുഭൂമിയിൽ എവിടെയെങ്കിലും ഒരു ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ അത് മുഴുവൻ അബ്സോർവ് ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞ കാട്ടുകഴുത ഉള്ളിടത്ത് നീ ചെന്ന് പെട്ടാൽ പച്ചപ്പും കിട്ടത്തില്ല, ഒരു തുള്ളി വെള്ളവും കിട്ടത്തില്ല. ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള കൂട്ടുകാരെല്ലാം ചതിക്കുന്നവരാണ്. കാരണം എന്നാ? ഒരു ബ്രാക്കറ്റ് കാലത്തേന് അപ്പോയിന്റ് ചെയ്തിരിക്കുക. ആരുടെ കൂടെ? മരുമൃഗങ്ങളുടെ കൂടെ. സ്തോത്രം. ഇനി മരുഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത, കാട്ടുകഴുത മാത്രമല്ല, മലാക്കി 1:3 കുറുനരി പുറകിന്ന് അത് ചാടി വീഴുന്നത് കടിച്ചു കീറും. ഒരു ദയയില്ല. ചതിച്ചു വീഴ്ത്തി വീതം പിടിച്ചു പറ്റുന്ന കുറുനരി. മൂന്നാമത്തേത് സങ്കീർത്തനം 102:6 വേഴാമ്പല്. വല്ലപ്പോഴും ആ മഴ കിട്ടുന്ന അതിനും ഗുണമില്ല, പിന്നെ അതിൻ്റെ കൂടെ ഇരിക്കുന്നവന്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് മൂങ്ങ. എന്താ മൂങ്ങയുടെ പ്രത്യേകത? ഞാൻ ഓർത്ത് പാവാന്ന്, കാക്കയൊക്കെ കൊത്തുമല്ല ഇട്ട്. പിന്നെ മനസ്സിലായത് ഇരുട്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ മൂങ്ങയുടെ സ്വഭാവം മാറും. ഇരുട്ടിൻ്റെ മറ പിടിച്ചേച്ച് സ്വന്തം കുഞ്ഞിനെ, അതെ മറ്റുള്ളതിൻ്റെ കുഞ്ഞിനെ കടിച്ചു കീറുന്നതാ മൂങ്ങ. യഥാർത്ഥത്തിൽ ലഹരിയൊക്കെ ഇന്ന് എന്തുമാത്രം തലമുറയെ കടിച്ചു കീറുന്നു. ഈ ദിവസത്തിൽ വന്ന ഒരു വീഡിയോ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അതിൻ്റെ ക്യാപ്ഷൻ, സ്വന്തം അപ്പനെ കൂട്ടുകാരിൽ കൂടി മോനിട്ട് തല്ലുന്ന ഒരു കാഴ്ച.
കേട്ടാൽ അറയ്ക്കുന്ന ചീത്ത വാക്കുകൾ പറഞ്ഞ് ലഹരിയ അപ്പനെ അടിക്കുന്ന മകൻ. മൂങ്ങ. അടുത്തത് ഒട്ടകപ്പക്ഷി. വായിച്ചേ, വിലാപങ്ങളും 4:3, ഇയ്യോബ് 39:13. ഒട്ടകപ്പക്ഷി, വിലാപങ്ങളും 4:3. കുറുനരികൾ പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ പുത്രിയോ മരുഭൂമിയിലെ ഒട്ടകപ്പക്ഷി പോലെ ക്രൂരയായി തുറന്നിരിക്കുന്നു. വിലാപങ്ങൾ 4:3. ഇനി ഇയ്യോബ് 39:13 വായിച്ചേ. എന്താ ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകത? ഇയ്യോബ് 39:13. ഒട്ടകപ്പക്ഷി ഉല്ലസിച്ച് ചിറകു വീശുന്നു. ഒട്ടകപ്പക്ഷി ഉല്ലസിച്ച് ചിറക് വീശുന്നു. എങ്കിലും ചിറകും തൂവലും കൊണ്ട് അത് സഹതാപം കാണിക്കുവോ? വാത്സല്യം കാണിക്കുമോ? അതെ. അത് നിലത്ത് മുട്ട ഇട്ടേച്ചു പോകുന്നു. അവയെ പൊടിയിൽ വെച്ച് വിരിക്കുന്നു. കാൽ കൊണ്ട് അവ ഉടഞ്ഞു പോയേക്കുമെന്നോ കാട്ടുമൃഗം അവയെ ചവിട്ടി കളഞ്ഞേക്കുമെന്നോ അത് ഓർക്കുന്നില്ല. അത് തന്റെ കുഞ്ഞുങ്ങളോട് തനിക്കുള്ളവയല്ല എന്ന പോലെ എന്നതുപോലെ പെരുമാറുന്നു. കാഠിന്യം കാണിക്കുന്നു. തന്റെ പ്രയത്നം വ്യർത്ഥമായി പോകുമെന്ന് ഭയപ്പെടുന്നില്ല. സ്വന്തം കുഞ്ഞിനോട് പോലും ദയയില്ലാത്തതാണെങ്കിൽ പിന്നെ നമ്മളോട് ദയ കാണിക്കോ? അമ്മമ്മയെ കെട്ടിക്കേറി ചെന്ന കാലം മുതൽ ആ നാത്തൂൻ്റെ സ്വഭാവം ഒട്ടകപ്പക്ഷിയെ കാട്ടി കഷ്ടമല്ലേ? പെന്തിക്കോസിലുണ്ട് ചില ഒട്ടകപ്പക്ഷിമാർ. ഒരു കാര്യം ഞാൻ പറയാം, വലിയ ചിറകൊക്കെയാ, ഭയങ്കര സൗണ്ടുവാ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഈ ദയയില്ലാത്തതൊന്നും കാകളം കേൾക്കുമ്പോൾ പറക്കത്തില്ല. സ്വത്രം വന്നില്ലല്ലോ. ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത് കഴുകനല്ല അച്ഛാ. എന്നെ പറക്കാൻ കാരണം അതാ, ഏറ്റവും ഉയരത്തിൽ ചെന്ന് അതിൻ്റെ സന്തതിയെ താങ്ങുന്ന, ചിറകി വഹിക്കുന്ന, എന്തേലുമൊക്കെ കണ്ണിച്ചോര കാണിക്കാത്തവരാരും കാകളം കേൾക്കുമെന്ന് പറക്കുമെന്ന് വിചാരിക്കരുത്. വെറും വ്യാമോഹമാ. എനിക്ക് ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് പറയാനൊരു മടിയുണ്ട്, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇച്ചിരി അങ്ങ് ഇല്ലാഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. കാശ് കയ്യിലായപ്പോഴത്തേന് അങ്ങ് സാർത്ഥത കൂടിയോ എന്നൊരു സംശയം. ചിലർ ഈ സെക്രട്ടറി ആയാൽ പിന്നെ ഒരു കാര്യം, ഇവിടുത്തെ ഒക്കെ ചാനൊക്കെ എന്തുമാത്രം നല്ല ചാന എനിക്കറിയാവുന്ന ചാന. പക്ഷേ ഈ ചിലർ ഈ സെക്രട്ടറിയും ട്രസ്റ്റിയും കമ്മിറ്റിയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, 5 പൈസ ഒരു കാര്യത്തിന് മുടക്കത്തില്ല. എല്ലാം FD ഇട്ടച്ച് അത് പലിശയിട്ട് അതിൻ്റെ മേളിൽ കയറി ഇരുന്നവരങ്ങ് സന്തോഷിക്കുക. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധി കരുണ കാണിക്കാത്തവരാരും കാകളസ്വരം കേൾക്കുമ്പോൾ പറക്കുമെന്ന് വിചാരിക്കരുത്. ഒട്ടകപ്പക്ഷി. ഇനി ന്യായാധിപന്മാർ 8:7 തേള്. യെശയ്യാവ് 34:15 അസ്ത്രനാഗം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ 8ഓളം മരുമൃഗങ്ങൾ. എന്താ അമ്മാമ്മയുടെ ജീവിതത്തിൽ കണ്ണീരൊഴിഞ്ഞിട്ടൊരു കാലമില്ലായിരുന്നല്ലോ. എന്നാ കാരണം? അശൂർ അതിനെ എന്ത് ചെയ്തിരിക്കുക? അമ്മായിമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മായിമ്മയായിരുന്നു, പിന്നെ നാത്തൂനായി, ഇപ്പം മരുമോള് കയറി വന്നപ്പോൾ അവളുമായി. ഇങ്ങനെ ഇട്ട് കറക്കുന്നതിൻ്റെ കാര്യം എന്നാ? അശൂർ അതിനെ എന്ത് ചെയ്തിരിക്കുക? മരുമൃഗങ്ങൾക്കായി നിയമിച്ചിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിന്നെ ഈ ക്രൂസൈഡ് കൊണ്ടിരുത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയാ? നിന്റെ ഭാവിക്കെതിരെ നിൽക്കുന്ന ചില ചീട്ടുകളെ പരിശുദ്ധാത്മാവ് കീറിക്കളയാൻ പോവുക. ഞാൻ ചുമ്മാ അതൊരു പ്രസംഗിക്കാൻ വേണ്ടി പറയുകയല്ല. ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത് ഇച്ചിരി ഈ ആളുകളെ താങ്ങിയാണെന്ന് എല്ലാവരും പൊതുവെ പറയാറുണ്ട്. എങ്ങനെ താങ്ങാതിരിക്കും? ഒരു ദിവസം കിട്ടുന്നത് 10-50 ഫോൺ കോളാ. തീക്കനലെ ചവിട്ടുന്ന മനുഷ്യന്റെ വേദന കാണുമ്പോൾ എങ്ങനെ താങ്ങാതിരിക്കാൻ പറ്റും? സ്വന്തം വീട്ടിൽ നിന്നൊന്നുമില്ലാതെ വഴിയാധാരമാകുന്ന അമ്മമാരെ കാണുമ്പോൾ എങ്ങനെ താങ്ങാതിരിക്കാൻ പറ്റും? പക്ഷെ ഒന്നെനിക്കറിയാം, ഈ ഇങ്ങനെ സാത്താൻ നിയമിച്ച ചീട്ട് സ്വർഗം കളഞ്ഞേച്ച് കുടുംബങ്ങളെ ദൈവം സ്വതന്ത്രമാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ സ്വസ്ഥത വ്യാപരിക്കാൻ പോവാ. നിങ്ങൾ സ്വത്രം പറഞ്ഞാലും ഇല്ലേലും നിങ്ങൾ നിങ്ങളുടേതല്ലെന്നും പറഞ്ഞ് ഇരുന്നാലും കുഴപ്പമില്ല. പരിശുദ്ധാത്മാവനോട് ശക്തമായിട്ട് പറയുക, ഈ അസ്ത്രനാഗവും തേളും ഒക്കെ കിടന്ന് നൃത്തപാടുന്ന നിന്റെ വീടിനകത്ത് അമ്മ ഇപ്പം കുടിയൻ, ഭർത്താവ് കുടിയൻ, മോൻ വന്നപ്പോ മഹാ കുടിയൻ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തലമുറകളായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സ്വസ്ഥതക്കേടിന്റെ ആത്മാവിനെ ഈ രാത്രി പരിശുദ്ധാത്മാവ് ശാസിക്കുന്നത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ?
എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൺസേണാ. കാരണം ഞാൻ റാന്നിയിൽ ഒരു കുടിയേറ്റ കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛാ, കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? കുടിക്ക് ഒരു കുറവില്ലാത്തവര്. ഞങ്ങളുടെ അമ്മാച്ചന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഒന്നാം തരം കുടിയന്മാരായിരുന്നു. അങ്ങനെ ഈ കുടിയന്മാരുടെ വീടിനകത്ത് എൻ്റെ വല്യമ്മയുടെ ചേടത്തിയുടെയാ റാന്നിലെ 3 ബാറ്, മഹാറാണി, യുവറാണി, റാന്നി ഗേറ്റ്. ആ പുറകെ പോയിരുന്നെങ്കിൽ കള്ളിൻ്റെ കാശ് കിട്ടിയാന്. പക്ഷെ ഒരു കാര്യം സത്യവാ, ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത് കൊണ്ട് വീടിനകത്ത് ഒരു സ്വസ്ഥത കയറി വന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാൽ ഇതിനൊക്കെ എതിരെ ഞങ്ങൾക്കൊരു വൈരാഗ്യവാ. വീടുകളെ നശിപ്പിക്കുന്ന മദ്യപാന വ്യാപാരത്തെ, നിന്റെ വീടിനെ കരാർ എഴുതി കൊടുത്തിരിക്കുന്ന ചില വ്യാപാരങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു മാറ്റാൻ പോവുക. നൂറുകണക്കിന് പ്രിയപ്പെട്ടവരെ ലഹരിക്കകത്തുനിന്ന് പരിശുദ്ധാത്മാവ് മോചിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് വലിയൊരു അത്ഭുതമാ. ഈ പവർഷന്റെ സ്റ്റുഡിയോയിൽ ഞാനും, എനിക്ക് തോന്നുന്നു പാസ്റ്റർ ഷാജി അമ്പോളും കൂടെ ചെയർമാൻ്റെ റൂമിലിരിക്കുമ്പോഴാണ് ഒരാൻറ്റി ഒരു മോനെയും കൊണ്ടുവന്നത്. കേരളത്തിലെ ബെസ്റ്റ് അവാർഡ് മേടിച്ച ടീച്ചറാ. UP സെക്ഷനിൽ ആ വർഷം കേരളത്തിലെ ബെസ്റ്റ് അവാർഡ് മേടിച്ച ടീച്ചർ. ഒറ്റ മോനേ ഉള്ളൂ. അവൻ്റെ നിപ്പ് കണ്ടപ്പം 1.5 മണിക്കൂർ ഏതോ ഒരു ദിക്കിലോട്ട് നോക്കി വെറും നിർവികാരകനായി നിൽക്കുന്ന കൊച്ചിനെ കണ്ടപ്പം ചങ്കു പൊടിഞ്ഞു പോയി. കാരണം ഞാനും 3 ആൺകുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരികയാ. എൻ്റെ ദൈവമേ, ഈ ഗതി ആർക്കും ഉണ്ടാകരുത്. ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ മാസം അവൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഞാൻ രക്ഷപ്പെട്ടു, ദശാംശം പൗരുഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ രക്ഷപ്പെട്ടു. എനിക്കൊരു കാര്യം അറിയാം, ഏത് മരുമൃഗം തകർത്തിട്ടിരിക്കുന്ന വീടാണെങ്കിലും ഞാൻ ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില ശാപത്തിന്റെ കെട്ടുകളെ അറുത്തു മാറ്റാൻ. ഇവിടെല്ലാം തികഞ്ഞേച്ച് നിത്യത കുതിരയുണ്ടോ എന്ന് അറിയാനിരിക്കുന്ന ചില ബന്ധിക്കോസുകാർക്കൊക്കെ ഒരുപക്ഷെ ഇതങ്ങോട്ട് ദഹിച്ചെന്ന് വരത്തില്ല. പക്ഷേ ഇവിടുത്തെ വേദനകളുടെ മുമ്പിൽ കടന്ന് കറങ്ങുന്ന ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോവുക. ചില വീടുകളകത്തേക്ക് ദൈവശക്തി ശക്തമായിട്ട് ഇറങ്ങുന്നത് എനിക്കിന്ന് രാത്രി അറിയാം. കൃപ പ്രാപിച്ച ദൈവമക്കളൊക്കെ ആത്മാവി ദൈവത്തെ സ്തുതിച്ചു. അസാധാരണമായ ദൈവശക്തി. മരുമൃഗം മാത്രമല്ല, ലഹരി മാത്രമല്ല, രോഗവും ഒരു മരുമൃഗമാ. രോഗവും ഒരു മരുമൃഗമാ. എല്ലാ ആശുപത്രിയിലും കയറിയിറങ്ങി നിന്റെ വീടിനെ സ്വസ്ഥത ഇല്ലാതാക്കുന്ന ആ വ്യാപാരത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു മാറ്റുന്നത് ആത്മാവിൽ അറിയുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. ചില കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വ്യാപരിക്കുന്നുണ്ട്. ചിലരെ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. കൃപ പ്രാപിച്ച ദൈവമക്കളൊക്കെ ആത്മാവി ദൈവത്തെ സ്തുതിച്ചു. എനിക്കറിയാം, ഭയങ്കര ദൈവസാന്നിധ്യം ഇവിടെ നിപ്പുണ്ട്. പന്തുരുട്ടുന്നത് പോലെ ചില ശരീരങ്ങളെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന രോഗത്തിന്റെ വ്യാപാരം യേശുവിന്റെ നാമത്തിലെ യെസ് അച്ഛാ, രോഗം ലഹരി മാത്രമൊന്നുമല്ല, കടം ഒരു മരുമൃഗമാണ്. കടം ഒരു വീടിനെ എങ്ങനെ ആക്രമിക്കുമെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയവരാ ഞങ്ങൾ. 30 വർഷം മുമ്പ് 40 ഷീറ്റ് കിട്ടുന്ന തോട്ടം, അത് ഭൂവണ ബാങ്ക് 30,000 രൂപയ്ക്ക് പണയം വെച്ചിട്ട് 1.25 ലക്ഷം രൂപ പലിശ മാത്രം അടച്ച് എന്ന് ഇതിനകത്തു നിന്നൊന്ന് രക്ഷപ്പെടുമെന്ന് എൻ്റെ അപ്പനൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 40 ഷീറ്റിന്റെ കറ ഞങ്ങൾ 2 പേര് തലേ ചുമ്മിക്കൊണ്ട് വീട്ടിൽ വന്ന് ഒറയൊഴിച്ചു യോത്തിന് പോകുമ്പോ അന്ന് ഒറ്റ പ്രാർത്ഥന ഉള്ളായിരുന്നുള്ളൂ, വീട് വേണ്ട, വണ്ടി വേണ്ട, എങ്ങനെയും ഈ കടവൊന്ന് മാറിയാ മതി. ഇന്ന് രാത്രി ഞാൻ കടക്കാരനല്ല, എന്റെ കയ്യെ സ്വതന്ത്രമാക്കിയ ദൈവകൃപയെ കൂട്ടുപിടിച്ച് ഞാൻ പറയുക, നിന്റെ കുടുംബത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില കടഭാരങ്ങളെ
ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിക്കും. എനിക്കറിയാം ഒത്തിരി പേര് മുന്നോട്ട് വരും. ഓൺലൈനിലൊക്കെ കേൾക്കുന്നവരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടും. ഇല്ല, കേറി വന്നതൊന്നും ഇനോവയിലല്ല. ഒത്തിരി നടന്നിട്ടുണ്ട്, ഒത്തിരി പുസ്തകം പിടിച്ചോണ്ട് ബസ് പോയിട്ടുണ്ട്, ഒത്തിരി കടഭാരത്തിന് അടിമപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി എനിക്കൊരു കാര്യം അറിയാം, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാ. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രി യോഗം തീരുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലൊരു ദൈവപ്രവൃത്തി നടക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ പ്രിയപ്പെട്ടവരെ? ഇതൊരു വികാരത്തെ ഇളക്കുകയല്ല, എനിക്കറിയാം ഒരു റിയാലിറ്റിയാ ബ്രദറെ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റാതെ ജീസസ്. സ്വപ്നം തകരുന്ന സ്ഥലം, ദാഹം കൊണ്ട് മരിക്കുന്ന സ്ഥലം, മരുമൃഗങ്ങൾ വേട്ടയാടുന്ന സ്ഥലം. മരുഭൂമിയുടെ 4ാമത്തെ പ്രത്യേകത ഞാൻ പറയാം, വേഗം വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം. യെസ്, ഹല്ലേലൂയ. തന്റെ പിതാവ് 37-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂബേൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവന്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവീനെന്ന് നിങ്ങൾ അവനെ ആ കുഴിക്കകത്തിട്ടേക്ക. അപ്പൊ വാഗ്ദത്തത്തെ മണ്ണിട്ട് മൂടുന്ന സ്ഥലമാണ് മരുഭൂമി. നിന്റെ വാഗ്ദത്തം മൂടപ്പെടത്തില്ല. പറഞ്ഞത് ദൈവമാണെങ്കിൽ, കേട്ട പറഞ്ഞ പ്രവാചകൻ മറന്നാലും, കേട്ട നിങ്ങളും മറന്നാലും, പറഞ്ഞ ദൈവം മറക്കത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ. ഞാൻ യോസഫിന്റെ കാര്യം ഇവിടുന്ന് പറയുന്നില്ല. എനിക്ക് ഇവിടുന്ന് ഒരു കാര്യം പറയാനുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ച സിസ്റ്ററെ, സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യം. ഡയറിയും പേനയുള്ളവരെല്ലാം ഇത് എഴുതിയെടുത്തോണം. ഇത് ഈ ദേശത്ത് ദൈവം ചെയ്യാൻ പോകുന്ന ദൈവപ്രവർത്തിയാണ്. അവിടെ മുതൽ ഞാൻ അടുത്ത 10 മിനിറ്റ് പറയാൻ പോകുന്നത് മുഴുവൻ ദേശത്തിന്റെ മേൽ ദൈവം അയക്കാൻ പോകുന്ന ദൈവപ്രവർത്തിയാണ്. വായിച്ചു, സെക്കരിയാവ് 4-ന്റെ 9-10 വാക്യങ്ങൾ. സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയും. അടുത്തത്, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. അടുത്തത്, സർവഭൂമിയിലും ഊടാടിച്ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബാബേലിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, സെരുബാബേലിന്റെ കയ്യിൽ എന്തോ ഇരിപ്പുണ്ട്. അതാര് കാണുന്നു? ദൈവം കാണുന്നു. എല്ലായിടത്തും ചെല്ലുന്ന ദൈവത്തിന്റെ കണ്ണ് നിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കാണുന്നു. എന്തിനാ ഈ തൂക്കുകട്ട ഉപയോഗിക്കുന്നത്? തൂക്കുകട്ട ഉപയോഗിക്കുന്നത് പണിയാനല്ലേ? അച്ഛാ, സെരുബാബേലിന്റെ കയ്യിൽ ഒരു തൂക്കുകട്ട ഇരിപ്പുണ്ട്. ഈ തൂക്കുകട്ടയ്ക്ക് ഒരു കഥ പറയാനുണ്ട്. തൂക്കുകട്ടയുടെ കഥ അറിയണമെങ്കിൽ എസ്രയുടെ പുസ്തകം നിങ്ങൾ പഠിക്കണം. ഞാൻ പറയാം വാക്യങ്ങൾ, അത്യാവശ്യം വായിക്കണം, പിന്നെ എഴുതിയെടുത്തോണം. എസ്ര 1:1 നമുക്കൊരു വലിയ ചരിത്ര സംഭവത്തിന്റെ ആരംഭമാണ് മനസ്സിലാകുന്നത്. വായിച്ചോ. ഇരമ്യ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തെന്നാൽ, പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവനൊരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. യഹൂദന്റെ സ്വപ്നമായിരുന്നു ആലയം. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ തകർത്തു. ആലയത്തെ
മനസ്സാ ചേർത്ത് പിടിച്ച എത്രയോ ചെറുപ്പക്കാരിന്ന് ബാബിലോണിൽ അടിമകളായിപ്പോയി. ആ രാജത്വം തകർന്നു. ആ രാജത്വം തകർന്ന സമയത്ത് പാർസി രാജാവായ കോരശിൻ്റെ മനസ്സിനെ ദൈവം ഉണർത്തി. എന്നിട്ട് കോരശിനോട് ദൈവം ഒരു വിളംബരം പ്രസിദ്ധീകരിച്ചു. കോരശിലൂടെ എന്താ? ഇരമ്യാവ് പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവർത്തി. ദൈവത്തിൻ്റെ ആലയം പണിയാൻ എന്ത് ചെയ്യണം? ബാബിലോണിൽ നിന്ന് യെരൂശലേമിലേക്ക് നിങ്ങൾ മാർച്ച് ചെയ്യണം. എന്നിട്ട് ചെന്ന് ആലയം പണിയണം. ഇത് കോരശ് വിളംബരം ചെയ്തത് BC 538. ഈ വിളംബരം കേട്ടപ്പോൾ ബാബിലോണിൽ നിന്ന് 2 ഗ്രൂപ്പ് ആലയം പണിയാനായിട്ട് യെരൂശലേമിലേക്ക് പോയി. ഒന്നാമത്തെ ഗ്രൂപ്പ് എസ്ര 1:5 ശേഷ്ബസ്സറിന്റെ നേതൃത്വത്തിൽ. രണ്ടാമത്തെ ഗ്രൂപ്പ് എസ്ര 2:1 സെരുബാബേലിന്റെ നേതൃത്വത്തിൽ. അപ്പം BC 538 കോരശ് വിളംബരം നടത്തുന്നു. 537 ശേഷ്ബസ്സറിന്റെയും സെരുബാബേലിന്റെയും നേതൃത്വത്തിൽ 2 ഗ്രൂപ്പ് ആലയം പണിയാനായിട്ട് യെരൂശലേമിൽ വരുന്നു. എന്നിട്ട് എസ്ര 3:1 വായിച്ച് 536 അവർ 2 ഗ്രൂപ്പും കൂടെ ഐക്യമത്യപ്പെട്ട ഒരു കാര്യം ചെയ്യുക. എന്താ ചെയ്യുന്നത്? അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് യെരൂശലേമിൽ വന്നുകൂടി. യോസാദാക്കിന്റെ മകനായ യോശുവയും അവന്റെ സഹോദരനായ പുരോഹിതന്മാരും ശെയൽതീയേലിന്റെ മകനായ സെരുബാബേലും അവന്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ യാഗപീഠം പണിതു. ഇസ്രായേലിന്റെ ദൈവത്തിന് എന്തോ പണിതു? യാഗപീഠം പണിതു. ശ്രദ്ധിച്ച് കേൾക്കണേ. 538 കോരശിന്റെ വിളംബരം, യെരൂശലേമിൽ പോയി ആലയം പണിയുക. 537 2 ഗ്രൂപ്പ് ശേഷ്ബസ്സറിന്റെ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു? യെരൂശലേമിൽ വരുന്നു. 536 അവരെന്ത് ചെയ്യുകയാണ്? ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കണക്കനുസരിച്ച് ഒരു യാഗപീഠം പണിയുന്നു. ദൈവത്തിന് സ്തോത്രം. യാഗപീഠം പണിതതുവരെ പെട്ടെന്ന് നടന്നു. ഇത്രേ സംഭവം നടന്നപ്പം അടുത്ത ഒരു കാര്യം സംഭവിച്ചു. വായിച്ചോ. എസ്ര 4:4-5 വാക്യം, 24-ാമത്തെ വാക്യം. എസ്ര 4:4-5 24-ാമത്തെ വാക്യം. ആകയാൽ ദേശനിവാസികൾ യഹൂദാ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാകേണ്ടതിന് അവരെ പേടിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാകേണ്ടതിന് അവർ പാർസി രാജാവായ കോരശിന്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദാരിയാവേശിന്റെ വാഴ്ച വരെ. 2 രാജാക്കന്മാരുടെ കാലത്തിൽ, ആറൊക്കെ കാലം? കോരശിന്റെയും ദാരിയാവേശിന്റെയും കാലത്ത്. സ്ക്രീനിൽ ബാക്കി വിട്ട മോനെ. വാഴ്ച വരെ അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. കണ്ടോ? 538 വിളംബരം, 537 മാർച്ച് ചെയ്തു വന്നു, 36 യാഗപീഠം പണിതു. ഇത് പണിതപ്പോഴത്തേന് കൈക്കൂലി കൊടുത്ത് സ്റ്റേ മേടിച്ചു, പണി മുടക്കി. ആരുടെ കാലത്ത്? ഉറക്കപ്പറ. കോരശിന്റെ കാലത്തും ദാരിയാവേശിന്റെ കാലത്തും. അങ്ങനെ പണി മുടങ്ങി. അടുത്ത വാക്യം 24-ാം വാക്യം വായിച്ചു. അങ്ങനെ യെരൂശലേമിലെ ദേവാലയത്തിന്റെ പണി മുടങ്ങി. കണ്ടോ? പണി മുടങ്ങി, സ്റ്റേ മേടിച്ചു, കോടതി കേസ് മേടിച്ചു, വാക്തത്വത്തെ പൂട്ടി. ശ്രദ്ധിച്ച് കേട്ടോണം. 537 പുറപ്പെട്ടതാ, 36 വന്നേച്ച് തുടങ്ങിയതാ. പക്ഷേ ഇതെന്ത് ചെയ്തിരിക്കുക? പൂട്ടിയിട്ടിരിക്കുക. 535 മുതല് ഈ പണി പൂട്ടപ്പെട്ട് കിടക്കുക. എത്ര കൊല്ലം പൂട്ടപ്പെട്ട് കിടന്നെന്നറിയാവോ? കോരശിന്റെ കാലത്തും ദാരിയാവേശിന്റെ കാലത്തും. ചരിത്രത്തിൽ നിന്ന് പഠിച്ചാൽ 15 വർഷം വലിയ പരിപാടിക്ക് വേണ്ടി യെരൂശലേമിലോട്ട് വന്നതാ. തൂക്കുകട്ടയൊക്കെ കയ്യിലിരിപ്പുണ്ട്. എല്ലാ ദിവസവും രാവിലെ സെരുബാബേൽ തൂക്കുകട്ടയുമായിട്ട് യാഗപീഠത്തിന്റെ അരികിലൂടെ ചുറ്റി നടക്കും. ചുറ്റി നടന്നേച്ച് ഇറങ്ങിപ്പോകുമ്പോൾ നാട്ടുകാർ പറയുക, എടാ കണ്ടില്ലേ അവന്റെ തൂക്കുകട്ട? ഇതിനി സ്വപ്നത്തിൽ എന്ത് ചെയ്യത്തില്ല, ഉമ്മം കുരുത്താലും ഇവിടെ ഒരു പണി നടക്കത്തില്ല. നാട്ടുകാർ പ്രാകുക. 15 വർഷം ഒന്നുമില്ലേലും 1.5 വർഷം ഒരു വീടിന്റെ പണി മുടങ്ങി കിടന്നത് എനിക്കറിയാം. അത്തിക്കത്ത് 40
40 ഷീറ്റ് കിട്ടുന്ന റബ്ബർ തോട്ടം വിറ്റേച്ച് പടിഞ്ഞാറ്റോതറ വന്ന് സ്ഥലം മേടിച്ച് 45 പില്ലറയിൽ ഒരു തറ കെട്ടിയേച്ച് 1.5 വർഷം മണ്ണിട്ട് മൂടി അത് പണിയാതെ കിടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ മടനൂണിലെ വീട്ടിലൊരു പ്രവാചകൻ വന്നേച്ച് എൻ്റെ അപ്പനോടൊരു ദൂത് പറഞ്ഞു, അച്ഛാ ഒരു പെരത്തറ ഞാൻ കാണുന്നു, അതിനകത്തൊരു ആൽത്തൈ കിളുത്തു നിൽക്കുന്നു, അത് ആൽമരമായ പിന്നെ ജീവിതകാലത്ത് പണിയാൻ പറ്റത്തില്ല. എൻ്റെ അപ്പനും അമ്മ എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ ഭർത്താവും കൂടെ പിറ്റേ ദിവസം ഓതറെ വന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സിറ്റ് ഔട്ടിൻ്റെ അവിടെ ആ സിറ്റ് ഔട്ടിൻ്റെ നടുക്ക് ഒരു ആൽത്തൈ കിളുത്തു നിൽക്കുന്നു. അമ്മ അത് പറിച്ചു. അമ്മ പറിച്ചപ്പം മുതൽ അമ്മയ്ക്ക് ബ്ലീഡിങ് ആയി. 4 ആശുപത്രി മാറി മാറി കാണിച്ചു. ഞങ്ങൾ 2 ആമ്പിള്ളാരാ. അമ്മ നടക്കുന്നതിൻ്റെ പുറകെ തുണിയും കൊണ്ട് നടന്ന ഒരു കാലമുണ്ട്. പക്ഷെ പണി ആരംഭിച്ചു. ആ ആദ്യത്തെ നില വാർത്തേച്ച് ഞാനും പവർഷലുള്ളൊരു ജെയിംസ് ഷാക്കോ സാറുണ്ട്, അദ്ദേഹം എൻ്റെ അടുത്ത സ്നേഹിതനാ. ഞങ്ങൾ ഒന്നിച്ച് കോൺക്രീറ്റ് തറയിൽ 7 ദിവസം ഉപവസിച്ചു. അങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെയിംസ് ഷാൻ എന്നോട് പറഞ്ഞു, അനീഷ് പാസ്റ്ററെ, കത്തിയില്ലാത്ത ഒരു ശസ്ത്രക്രിയ ഇന്ന് പകല് ദൈവം ഇവിടെ ചെയ്യാൻ പോവുക. അന്ന് എൻ്റെ അമ്മയെ ദൈവം തൊട്ട് സൗഖ്യമാക്കി. അന്ന് ഞങ്ങളുടെ വീടിൻ്റെ പണി ഇവിടെ അടുത്ത ഘട്ടം ആരംഭിച്ചു. ഞങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കിയിട്ടുള്ളവർക്കറിയാം ഇന്ന് ഞങ്ങളുടെ വീടിനെ ദൈവം പണിത് വെച്ചിരിക്കുന്നത്. നിന്റെ കൈ കുറെ സർട്ടിഫിക്കറ്റ് ഇരിപ്പില്ലേ? നിന്റെ കുഞ്ഞിന്റെ കയ്യിൽ ഏതെല്ലാം സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്? ഇതെല്ലാം ചുരുട്ടിക്കറിയിട്ട് വെച്ച് ചെതല് കയറുന്നതല്ലാതെ ജീവിതത്തിൽ ഒരു നന്മ വെളിപ്പെടാതിരിക്കാൻ അതിനെതിരെ ആ വിചാരം ചെയ്തിട്ടിരിക്കുന്ന ചില കെട്ടുകളെ കരിസ്മ ക്രൂസൈഡിന്റെ 2ാമത്തെ രാത്രി പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു മാറ്റുന്നെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് നന്നായിട്ടറിയാം. ചില കുടുംബങ്ങളുടെ സ്വാതന്ത്ര്യം ഈ രാത്രി വ്യാപരിക്കുക. യഹോവയ്ക്കും അവന്റെ അഭിഷക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് പറ, അവരുടെ കയറുകളെ എറിഞ്ഞുകള. ഒരു പണി നടക്കാതിരിക്കാൻ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ, കല്യാണം നടക്കാതിരിക്കാൻ, തലമുറ ജനിക്കാതിരിക്കാൻ, ജോലി കിട്ടാതിരിക്കാൻ, വഴി തുറക്കാതിരിക്കാൻ, നിന്റെ തലമുറയ്ക്ക് നേരെ വെല്ലുവിളിക്കുന്ന കെട്ടുകൾ ഈ രാത്രി പൊട്ടി മാറും. ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷ നിൽക്കുന്നവരോട് ഉൾപ്പെടെ ഞാൻ പറയുക, ജീവിതത്തിൽ വെളിപ്പെടേണ്ട ചില വാഗ്ദത്തങ്ങളെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന പൂട്ട് ഈ രാത്രി ദൈവം തകർക്കാൻ പോവുക. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് നിങ്ങളുടെ വിടുതലിന് വേണ്ടിയാ. 2008 ഞാൻ ആദ്യം ഒരു അമേരിക്കൻ വിസയ്ക്ക് പോകുന്നത്. 3 വട്ടം അത് റിജക്റ്റ് ആയി പോയി. 7 പ്രാവശ്യം പല രാജ്യത്തിൻ്റെ വിസ റിജക്റ്റ് ആയി. എൻ്റെ അമേരിക്കൻ വിസ റിജക്റ്റ് ആകുന്ന രാത്രി എൻ്റെ അപ്പനൊരു സ്വപ്നം കണ്ടു. കണ്ട സ്വപ്നം ഇതാ, ഒരു വാഴക്കൊല കൊലച്ചു നിൽക്കുന്നു. അത് വെട്ടിയ കൂട്ടത്തില് അത് കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഒരിക്കലും പൊങ്ങി വരാത്തതുപോലെ ഒരു കടലിന്റെ ആഴത്തിൽ അത് താണുപോയി. എത്ര പേര് എനിക്ക് സ്പോൺസർ ലെറ്റർ അയച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് പേടിയാ. പലതും ഞാൻ കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ പവർശിലെ ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞ് പത്തനംതിട്ടയിലെ കൂട്ടായ്മയുടെ ആരാധനയുടെ നടുവിൽ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു ദൈവദാസം വന്നേച്ച് ദൂത് പറഞ്ഞു. 12 കൊല്ലം മുമ്പ് വെട്ടിയ കൂട്ടത്തിൽ മഹാസമുദ്രത്തിൽ താഴെ പോയ ഒരു വാഴക്കൊലയെ ദൈവം പൊക്കിക്കൊണ്ട് വരികയാ. അന്ന് ഞാൻ വിശ്വസിച്ചു ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാ. എന്റെ യാത്രയുടെ കെട്ടു ദൈവം പൊട്ടിച്ചു. ഞാൻ കഴിഞ്ഞ 2023 ഡിസംബർ മുതൽ ഏതെല്ലാം രാജ്യത്ത് പോയി, ജർമ്മനി പോയി, സ്വീഡനിൽ പോയി, ഡെൻമാർക്കിൽ പോയി, ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഇറ്റലി പോയി, അതുപോലെ ദൈവത്തിന് സ്തോത്രം. അതെ, ഓസ്ട്രേലിയ പോയി, അമേരിക്ക പോയി, ഈ അടുത്ത മാസം UK പോവുക. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ആണ്ടുകളായിട്ട് നിന്റെ തലമുറയുടെ പാസ്പോർട്ട് ഒരു മുദ്ര കുത്താതിരിക്കാൻ കെട്ടി വെച്ചിരിക്കുന്ന ചില കെട്ടുകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പൊട്ടിക്കുന്നത് ആത്മാവി തിരിച്ചറിയുന്നവർ എന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ചെയ്യണ്ട. ഇതൊരു ദൈവാത്മാവിന്റെ പ്രവൃത്തിയുടെ രാത്രിയാ. പണി മുടങ്ങിയതൊക്കെ തുറക്കും ബ്രദറെ. ഒത്തിരി നാള് വെള്ളം കോരിയിട്ടും ജീവിതത്തിൽ നടക്കാതിരിക്കുന്ന ചില ദൈവപ്രവൃത്തിയുടെ കാലത്തിലേക്ക് പരിശുദ്ധാത്മാവ് തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുക. ജീസസ്
അച്ഛാ 15 വർഷം തൂക്കുകെട്ട ചുക്കിൽ വില പിടിച്ചു. പക്ഷേ സെരുബാബേലിനെ ദൈവം അയച്ചു, ഹഗ്ഗായിയെ ദൈവം അയച്ചു. പറഞ്ഞു, നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കും. നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. ആദ്യം നിന്നെ ഞാനൊന്ന് മാറ്റാൻ പോവാ. നിന്നെ എങ്ങനെ ഞാൻ മാറ്റാൻ പോകുന്നത്? എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്യവാ. ഇത്രയും വചനത്തിന് കണക്ഷൻ ഉണ്ടല്ലോ. ഇരമ്യാവ് 22:24 കെനയാവിനോടുള്ള ദൈവത്തിന്റെ ദൂത. വായിച്ചേ, ഇരമ്യാവ് 22:24. വേഗം വായിര്. ഇരമ്യാവ് 22:24 കെനയാവിനോടുള്ള എന്നാണ് ദൈവം ആണയിട്ട് പറയുക. യഹോയാക്കീമിന്റെ മകനായ യഹൂദ രാജാവായ കെനയാവ് എൻ്റെ വലങ്കയ്ക്ക് ഒരു മുദ്രാമോതിരമായിരുന്നാലും ഞാൻ അവനെ ഊരി എറിഞ്ഞു കളയും. കെനയാവിനോട് ഊരി എറിഞ്ഞു കളയുമെന്ന് പറഞ്ഞ അതേ ദൈവം ഹഗ്ഗായി 2:23 സെരുബാബേലിനോട് പറയുന്ന ഒരു ദൂത് നിങ്ങൾ വായിച്ചേ. ഹഗ്ഗായി 2:23 സ്ക്രീനിലിട്. എൻ്റെ ദാസനായി ശെയല്തീയേലിന്റെ മകനായ സെരുബാബേലേ പറ, ഞാൻ നിന്നെ എടുത്ത് ഒരു മുദ്രമോതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കെനയാവിനെ ഊരിക്കളഞ്ഞ അതേ ദൈവം ഇന്ന് സെരുബാബേലിനോട് പറയുക, ഞാൻ നിന്നെ എടുത്ത് ആരാക്കും? ഉറക്കെ പറ. വല്യപ്പനെ ഊരിക്കളഞ്ഞ ദൈവം കൊച്ചുമോനെ, ചില മിടുക്കന്മാരെയൊക്കെ ഊരിക്കളഞ്ഞ അതേ ദൈവം ഈ രാത്രി ഒരു തലമുറയെ കണ്ടുകൊണ്ട് ഉറക്കെ പറയുക, നിന്നെ ഞാൻ ആരാക്കാൻ പോവുക? You are the chosen one. You are the chosen generation. എൻ്റെ കയ്യെ മോതിരം കിടന്ന മുദ്രാമോതിരമല്ല, രാജാവിൻ്റെ കയ്യെ മോതിരം കിടന്ന മുദ്രാമോതിരവാ. അതവൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നമാ. 15 വർഷമായിട്ട് തൂക്കുകെട്ടായിരുന്നപ്പം നടക്കാതിരുന്ന പണിയെ നടത്താൻ ദൈവം അവനെ ആരാക്കി മാറ്റി? മുദ്രാമോതിരവാക്കി. എന്തു സംഭവിച്ചു? വായിച്ചു ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം. 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യം. BC 520 പണി ആരംഭിക്കുക. ഹഗ്ഗായി 5:1. ഹഗ്ഗായി 5:1 BC 520 പണി ആരംഭിക്കുക. സ്തോത്രം. എസ്രയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എസ്ര 5:1. എന്നാൽ ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകൻ സെക്കരിയാവും എന്ന പ്രവാചകന്മാർ യഹൂദായിലും യെരൂശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ശെയല്തീയേലിന്റെ മകനായ സെരുബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും എഴുന്നേറ്റ് യെരൂശലേമിലെ ദേവാലയം പണിയാൻ തുടങ്ങി. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇങ്ങനെയാണ് ഉറക്കെ പറയുന്നത്. ഉറക്കെ പറയുന്നത് പണിയാൻ. ഇച്ചിരി കൂടെ ഉറക്കെ പറഞ്ഞേ അമ്മേ. പണിയാൻ. ഇന്ന് രാത്രി ചിലർ എഴുന്നേക്കും, പണിയാൻ തുടങ്ങും. ഒത്തിരി നാളായിട്ട് സ്റ്റേ കിടക്കുന്ന ചിലത് ഇന്ന് രാത്രി എന്ത് ചെയ്യാൻ പോവുക? ശാബാരാധര. അപ്പുറത്തിരിക്കുന്നവരോട് ധൈര്യത്തോടെ പറ, പണി നടക്കുമെന്ന് പറഞ്ഞേക്ക്. പണി നടക്കുമെന്ന് പറ. ദൈവം ചിലത് ചെയ്യുമെന്ന് പറ. പണി നടക്കാൻ പോവാന്ന് പറ. ശാബാര. ഞാനിന്ന് രാത്രി ചിലരെ നോക്കി ശക്തമായിട്ട് പറയുക, എന്നും നീ അഡ്രസ് ഇല്ലാത്തവനായിട്ട് നടക്കത്തില്ല. ഒരു പണി നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യും. പണിയാൻ തുടങ്ങി. പിന്നെ സ്റ്റേ ഉണ്ടായോ? വായിച്ചേ എസ്ര 6:15 വായിച്ചേ. എസ്ര 6:15 വായിച്ചേ. 6:15. ദാര്യാവേശ് രാജാവിന്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം പണി തീർന്നു. ഈ ആലയം പണിത് തീർന്നു. ദൈവം തുടങ്ങിയാൽ അതെന്ത് ചെയ്യും? പറ. തീരും. എന്തിനാ നിന്റെ തൂക്കുകെട്ട് ദൈവം കാണുന്നതെന്നറിയാവോ? 15 കൊല്ലമായിട്ട് ചലിക്കാതിരിക്കുന്ന ജലതിനെ ഇന്ന് രാത്രി ദൈവം കയ്യിലെടുക്ക. ഇതിൽ കൂടുതൽ ഒരു ദൂതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇതിനോട് ആത്മാവി പ്രതികരിക്കാൻ പറ്റുന്ന ദൈവമക്കള് മാത്രം. പെൻഡിങ്ങി കിടക്കുന്ന ചിലത്, ജീവിതത്തിൽ നടക്കാത്ത ചിലത്. ശാബാരാധന. എങ്ങനാണ്ടി നടക്കാൻ പോകുന്നത്? സൈന്യത്താൽ അല്ല, ശക്തിയാലും അല്ല. പറ. ദൈവത്തിന്റെ ആത്മാവിനാൽ. സൈന്യത്തിന് കഴിയാത്തത്, ശക്തിക്ക് കഴിയാത്തത്, റെക്കമെൻഡിന് കഴിയാത്തത്, ബന്ധങ്ങൾക്ക് കഴിയാത്തത്, മനുഷ്യരാൽ അസാധ്യം. ദൈവത്തോ. ബൈബിൾ അടച്ചോ. ഈ രാത്രി ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുക. ഒരു ദൈവപ്രവൃത്തി ദൈവം ചെയ്യാൻ പോവുക. ഒരു മഹത്വം ദൈവം നിന്റെ മേൽ അയക്കാൻ പോവുക.
ഈ ആലയം പണിതു തീർന്നു, ഈ കുടുംബം പണിതു തീർന്നു, ആ വിവാഹം നടന്നു കഴിഞ്ഞു. ഷാബാര, ആ കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞു. ഷാബാര, ഈ രാത്രി വിശ്വാസത്തോടെ പറ, അത് പണിതു തീർന്നു.